നിവർന്നിരുന്ന് പണിയെടുത്തു. മുതുക് അനുഭവത്തിൽ വരണം, മുതുക് ഭാഗം അനുഭവത്തിൽ ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ നിവർന്ന് നിൽക്കുന്ന അവസ്ഥ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് നെട്ടല് നിവർന്നു വരും. നെട്ടല് നിവർന്നു വരുമ്പോഴാണ് രക്തത്തിൻ്റെ ചംക്രമണം ശരിയാകുന്നത്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ആൾക്കാരെല്ലാവരും തല ഇങ്ങനെ കുരിച്ചു പിടിച്ചുകൊണ്ടൊക്കെയാണ്. എന്നുവെച്ചാൽ ജീവിക്കുന്നില്ല, ചത്ത മനുഷ്യരാണ്. അപ്പോൾ എന്താണ്, മുഴുവനും കാശ്, സ്ഥാനമാനങ്ങൾ, ഞാൻ ചെയ്ത പ്രവൃത്തി, പിന്നെ പെണ്ണ്, സ്ത്രീകൾ, ഇവരുടെയൊക്കെ പുറകെ ഇരിക്കും. ഞാൻ ചെയ്ത പ്രവൃത്തി മുഴുവനും പുറത്താണ്. ഞാൻ അവനിട്ട് പണി കൊടുത്തു, ഞാൻ അവനേക്കാൾ കേമനാണ്, ഞാൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. സങ്കല്പത്തിലാണ് മുഴുവനും. അതുകൊണ്ട് എന്താണ്, ബാധയാണ്, പൊസസീവ്നെസ്സാണ്. എൻ്റെ സ്വത്ത്, എൻ്റെ കാശ്, എൻ്റെ പെണ്ണ്, എൻ്റെ ആശയം, എൻ്റെ രാജ്യം, എൻ്റെ മതം, എൻ്റെ വിശ്വാസം, എൻ്റെ വസ്തുക്കൾ എല്ലാം എൻ്റേതാണ്. ഞാൻ ഇല്ല. ഞാനെന്ന് പറയൂടെ കിടക്കും. വളരെ ചുരുക്കം സമയത്ത് മാത്രമേ ഞാനെന്ന് പറയാറുള്ളൂ. എൻ്റേതെന്നാണ് പറയണം. ഞാൻ പറഞ്ഞത് ശരിയാണ്. അപ്പോഴും എൻ്റേത് ശരിയാണെന്ന് പറയാനാണ് ഞാനെന്ന് ഉപയോഗിക്കുന്നത്. ആ ഭാഗം നടത്തില്ല. അപ്പോൾ കൂടുതലും എൻ്റേതെന്നുള്ള ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് സംസ്കാരം ഒരിക്കലും ഉണ്ടാകില്ല. എല്ലാവരുടെ കാര്യത്തിലും ഇടപെടും. നേരെ ഇരിക്കുന്ന കൂട്ടുകാർ, നേരെ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. നേരെ ഇരിക്കണം, നിവർന്നിരിക്കണം. ഇവിടെ ഭരണം നടക്കാത്തത് ഈ ഗൂണ്ടായിസം നടത്തുന്ന പാർട്ടിക്കാരുള്ളതുകൊണ്ടാണ്. ഒരിക്കലും ഭരിക്കാൻ പറ്റത്തില്ല. ഗൂണ്ടായിസം നടത്തിക്കഴിഞ്ഞാൽ ഭരണം എങ്ങനെ നടക്കുന്നത്? അടിയും തല്ലുമടിയും എന്തുകൊണ്ടാണ്? തല്ലി അടിച്ച് നീതി പാലിക്കാൻ പറ്റുമോ? തല്ലി അടിച്ച് നീതി പാലിക്കാൻ പറ്റത്തില്ല. ബോധപൂർവം ഇരുന്ന് സംസാരിച്ച് മാത്രമേ മനുഷ്യരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. ആരെയും തല്ലി ചതച്ച് നീതി പാലിക്കാൻ പറ്റത്തില്ല. അക്രമം കൊണ്ട് കാര്യം സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യമല്ല സാധിക്കുന്നത്, അവരുടെ സങ്കല്പത്തിൻ്റെ കാര്യങ്ങളാണ് സാധിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടല്ല അവർ തല്ലി ചതക്കുകയും ഇതെല്ലാം ചെയ്യുന്നത്, അവരുടെ സങ്കല്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പുറത്തും സങ്കല്പത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. തല്ലുന്ന ആൾക്കാരും തല്ലുകൊള്ളുന്ന ആൾക്കാരും എല്ലാവരും സങ്കല്പത്തിലാണ്. അല്ലാണ്ട് തല്ലാതിരിക്കുന്ന ആൾക്കാർ നല്ലവരെന്നുള്ളതല്ല. കാരണം അവർ കാണിക്കുന്ന അഴിമതി കാരണമാണ് തല്ലുന്ന ആൾക്കാരുള്ളത്. തല്ലുന്ന ആൾക്കാരുള്ളത് എന്തുകൊണ്ട്? ഇപ്പോൾ നമ്മൾ കോൺഗ്രസ്സുകാരും LDFകാരും എടുക്കുക. LDFകാർ എപ്പോഴും അടിക്കിറങ്ങുന്ന ആൾക്കാരാണ്, അവരടിച്ചു തീരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. UDFകാർ മഹാകള്ളന്മാരാണ്. അവർ ഫ്രോഡ് അഴിമതി രാഷ്ട്രീയത്തിൽ കാണിക്കുന്നതുകൊണ്ട് ഇവർ തല്ലിച്ച, ഇവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ അഴിമതി കാണിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ മറ്റുള്ളവർ അഴിമതി കാണിക്കുമ്പോൾ ഇവർ ചോദ്യം ചെയ്യും. ഇവർ അഴിമതി കാണിക്കാത്ത ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് തോന്നുന്നത് ഇവരും അഴിമതി കാണിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇവർക്ക് എന്താണ്, ഞങ്ങൾ അഴിമതി കാണിച്ചാൽ എന്താണെന്നോ. അപ്പോൾ രണ്ടു കൂട്ടരും ഒരേപോലുള്ള പ്രവർത്തനമാണ്. വ്യത്യാസം ഗൂണ്ടായിസം കോൺഗ്രസ്സിന് ഭയമുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഗൂണ്ടായിസത്തിന് പോവുകയില്ല. ഈ ഗൂണ്ടായിസത്തിന് പോയതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഗൂണ്ടായിസം ഒരിക്കലും സന്മാർഗമല്ല.
വെറുതെ ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ വെറുതെ ഇരുന്ന് സംസാരിക്കാൻ ഇവരെ കൊണ്ട് പറ്റും. ഇവരപ്പം തന്നെ ഫ്രസ്ട്രേറ്റഡ് ആവും, ഇവർ അസ്വസ്ഥരാകും. കാരണം അവർ നുണ പറയണം. കാരണം ഇല്ലാത്ത കാര്യം പറഞ്ഞ് അവരുടെ കാര്യം സാധിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഭാഗത്താണ്. അതാണ് ഈ മനസ്സിൻ്റെ സങ്കല്പത്തിരിക്കുന്ന ആൾ ഒരിക്കലും അതിൻ്റെ ആവശ്യമല്ല വേണത്, അനാവശ്യങ്ങളാണ് വേണം. നിവർന്നിട്ട് കൂട്ടുകാരാണ്. എന്നിട്ട് മുതുക് വർക്ക് ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പണിയെടുക്കണം. നിങ്ങൾ പല ആശ്രമത്തിൽ പോയി കഞ്ഞി കുടിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങളുടെ പാത്രം മാത്രമേ കഴുകി വെച്ചിട്ടുണ്ടാവുള്ളൂ. ഇവിടെ ഉള്ളവരുടെ പാത്രം കൂടി കഴുകിക്കും. ആ ഓർക്കും, തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത് പാത്രം കഴുകാനായിരുന്നാണ്. നിങ്ങളെ കൊണ്ട് പാത്രം കഴുകിപ്പിച്ചത് നിങ്ങളുടെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി. സാധാരണ വരുന്ന ആൾക്കാരെല്ലാവരും എന്ത് പണിയെടുക്കാനും തയ്യാറായാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പാത്രം കൂടി ഞങ്ങളെ കൊണ്ട് കഴിയിപ്പിക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ നോക്കിയത്. അപ്പം നമ്മൾ നിങ്ങൾക്കൊരു 8-ൻ്റെ പണി തന്നു. നമ്മുടെ പാത്രം കൂടി നിങ്ങളെ കൊണ്ട് കഴിയിച്ചു. എന്നിട്ട് മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങിക്കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? രാവിലെ വന്നിരുന്ന് കൂടെ ഇരുന്ന് പണിയെടുക്കാൻ തയ്യാറായി. ആദ്യം 8-ൻ്റെ പണിയെല്ലാം തന്നു. എന്നിട്ട് നിങ്ങളുടെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പോയിരുന്നെങ്കിൽ നിങ്ങൾ പോയി, നിങ്ങളുടെ ഉണ്ട്. ആ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് അപ്പം നിങ്ങളൊന്ന് ഭിത്തിയെ ചാരിയിരിക്കാൻ നോക്കിയപ്പോഴത്തേക്കും വേണ്ട, ഭിത്തിയെ ചാരിയിരിക്കേണ്ട നേരെ ഇരിക്കും. ഭിത്തിയെ ചാരിയിരിക്കുന്നത് മടിയൻ്റെ ലക്ഷണമാണോ? മടിയനാണ്. മടിയൻ്റെ ലക്ഷണമാണെന്നുള്ളതല്ല, മടിയനാണ് നിങ്ങൾ. മടി എന്താണ്? നിങ്ങൾ മുതുക് ഭാഗം ചലിക്കുന്നില്ല. മടിയന്മാർ അലസത, ഈ അഴിമതിയൊക്കെ കാണിക്കുന്നത് മുതുക് ഭാഗം വർക്ക് ചെയ്യാത്ത ആൾക്കാരാണ്. ബുദ്ധി അവർക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു, പക്ഷെ ഒരു കാര്യമില്ല. രാഷ്ട്രീയക്കാരൊക്കെ നോക്കി വെച്ചാൽ മതി, എല്ലാവരും വലിയ ബുദ്ധിമാന്മാരാണ്, മാനിപ്പുലേറ്റേഴ്സാണ്. എന്നിട്ട് സത്യസന്ധമായിട്ട് ഭരിക്കാനായിട്ട് ഭരണം എപ്പോഴും സത്യസന്ധമായിരിക്കണം. അല്ലാതെ കാരണം ആ കസേരയോട്ട് കയറിയത് തന്നെ കുറേ കുതികാലി വെട്ടിത്തരം കാണിച്ചിട്ടാണ് കയറിയത്. അതുകൊണ്ട് അവർക്ക് അവിടെ ഇരിക്കണമെങ്കിൽ നിരന്തരം ഇങ്ങനെയുള്ള അഴിമതി കാണിച്ച് നടക്കത്തുള്ളൂ. ഇപ്പം തന്നെ നമുക്കറിയാം, KC വേണുഗോപാലിനെ കൊണ്ട് കസേര എനിക്കും വേണം, മുഖ്യമന്ത്രി ഞാനാകും എന്നും പറഞ്ഞിട്ട് വന്നതിന് രമേശ് ചെന്നിത്തലയെ തളർത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് KC വേണുഗോപാൽ പിന്മാറി. അത് പാർട്ടിക്കുള്ളിലുള്ള കളിയാണ്, മനസ്സിലായ? ഇതെല്ലാം അകത്തും അഴിമതിയാണ്, അകത്തും ഒരുമയില്ല. എല്ലാ പാർട്ടി BJP എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെ. എൽക്ക അദ്വാനിനെ ചവിട്ടി തേച്ച് പുറന്തള്ളിയല്ല മോദിയും ഇവരൊക്കെ കയറി വന്നത്. LK അദ്വാനി ആയിരുന്നില്ല പാർട്ടിയുടെ തലപ്പക്കത്തിരുന്നത്. സുപ്രഭാതത്തിൽ അദ്ദേഹം BJP-യിൽ ഇല്ലാണ്ടായെന്നുള്ള ഭാഗത്ത് മരിച്ചുപോയി. അങ്ങനെയുണ്ടാ LK അദ്വാനി? നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല കേട്ടാ. അല്ല, അത്രയും അവിടെ അത് സുതാര്യതയില്ല ഒരു പാർട്ടിയിലും. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അല്ലാണ്ട് മറ്റുള്ളവരെ പറ്റിച്ചിട്ടല്ല. രാജഭരണമാകുമ്പോൾ അങ്ങനെയാണ്. രാജാവ് ഭരിക്കുമ്പോഴത്തേക്ക് ഒരാളുടെ ഏക ബുദ്ധിയാണ്. അവിടെ ഈ ചാണക്യ ബുദ്ധിയൊക്കെ എടുക്കണം. അവിടെ ചാണക്യൻ്റെ ആവശ്യമുണ്ട്. ചാണക്യൻ സ്വന്തം സുഹൃത്തിനെ വരെ കൊല്ലാൻ മടിക്കത്തില്ല. നമുക്കിവിടെ ചാണക്യൻ്റെ ബുദ്ധി ആവശ്യമില്ല.
ചാണക്യ ബുദ്ധി എടുക്കുന്നത് ബോധമില്ലാത്തതുകൊണ്ടാണ്. ആ ബനിയൻ തരാം. ഇപ്പൊ എന്നെ തരാം. ഇപ്പൊ നീ ഷോർട്സ് ഇട്. ഇപ്പൊ ഷോർട്സ് ഇട്. ഇപ്പൊ ഷോർട്സ് ഇട്. ഇപ്പൊ ചാണക്യ ബുദ്ധി നമ്മളുടെ ഭാഗത്ത് ആവശ്യമില്ല. കാരണം ഇവിടെ സുതാര്യമായിട്ടുള്ള ഭാഗത്താണ് എല്ലാ കാര്യങ്ങളും നമുക്ക് തെളിച്ചത്തോടെ തുറന്നു പറയാം. എന്തുകൊണ്ടാണ് മനുഷ്യൻ സഫർ ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചാൽ മതി. കാര്യങ്ങൾ അതോടുകൂടി തെളിഞ്ഞു വരും. എല്ലാ മനുഷ്യരും സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിൻ്റെ സ്വസ്ഥത ആരുടെയും കുറച്ച് പേരുടെ മാത്രം അവകാശമൊന്നുമല്ല. പക്ഷെ പണിയെടുക്കണം. പണിയെടുക്കാതെ ആർക്കും സ്വസ്ഥത കൈവരിക്കാൻ പറ്റത്തില്ല. സ്വസ്ഥത കൈവരിക്കണമെങ്കിൽ പണിയെടുക്കണം. അലസത ഉള്ളവർക്കുള്ളതല്ല. ഇപ്പോൾ പുതിയ കോക്രോച്ച് പാർട്ടി, ആം ആദ്മി പാർട്ടി, പാർട്ടികൾ പലതും വരും. കാരണം പാർട്ടികൾ പലതും വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം മനുഷ്യർക്ക് സ്വസ്ഥത കിട്ടണം, സ്വാതന്ത്ര്യം കിട്ടണം. ഒരു പാർട്ടി വരുമ്പോഴത്തേക്കും പണ്ടിപ്പോൾ കോൺഗ്രസ്സുകാർ കുറേ നാൾ ഇന്ത്യ ഭരിച്ച്, BJP ഇപ്പോൾ 10 വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് പുതിയൊരു കോക്രോച്ച് പാർട്ടി, അങ്ങനെയല്ലേ വേറെ പല പാർട്ടികളും വരും. ഇപ്പം ആം ആദ്മി പാർട്ടീനെ ഡൽഹിയിൽ തോപ്പിച്ച് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, വെള്ളം, കറണ്ട്, വൈദ്യുതി, പല സംഭവങ്ങളും അവിടെ സൗജന്യമായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. അത് നിലനിർത്തുന്നുണ്ടായില്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ ഉള്ള ആൾക്കാരുടെ ഭാഗത്ത് കേട്ടിട്ടുള്ളത് ആം ആദ്മി പാർട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഭാഗമാണ്. പക്ഷെ അഴിമതി എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മനെന്നുള്ള ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കേജ്രിവാളിൻ്റെ അഴിമതി പിടിച്ച് അയാളെ പിടിച്ച് അകത്താക്കി. അപ്പോൾ BJP ഭരണം ഏറ്റെടുത്തു. ഓക്കെ, നല്ല കാര്യം. അതുകൊണ്ട് ചില മത തീവ്രവാദികളുടെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട് BJPയുടെ ഭരണം കൊണ്ട്. അത് നല്ല കാര്യം തന്നെ. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് പോരായ്മകൾ പല ഭാഗത്തും കാണും. ഈ പോരായ്മ ഒന്നുമില്ലാതെ ഭരണം എല്ലാ മനുഷ്യരും കൂടി, ജനാധിപത്യമല്ലേ, എല്ലാ മനുഷ്യരും കൂടി, നിങ്ങളുകൂടി, ഞാൻ മാത്രം നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയുക, നിങ്ങളൂടെ പങ്കാളിയായിട്ടിരുന്ന് സംസാരിക്കുന്നതല്ലേ, തല നിവർത്തി പിടിച്ചാലല്ലേ അത് നടക്കത്തുള്ളൂ. നിങ്ങളുടെ പങ്കാളിയാണ്, നിങ്ങളുടെ കാര്യം കൂടി പറയാൻ സാധിക്കും. നിങ്ങളുടെ കാര്യം നിങ്ങൾ അറിയണ്ടേ, നിങ്ങളുടെ സങ്കല്പത്തിൻ്റെ കാര്യമല്ല. അത് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് നിങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ചുറ്റുപാടുമുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇംപ്രഷൻസാണ്. അതെടുത്തിട്ട് ഒരു കാര്യമില്ല. അതാണ് എല്ലാവരും കൊണ്ട് നടക്കുന്നത്. സമൂഹം എന്ന് പറഞ്ഞാൽ ഈ ഇംപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊരു മോട്ടിവേഷണൽ ടോക്കറാണ് അവർക്ക് ആവശ്യം, പണിയെടുക്കുന്ന ആൾക്കാരല്ലാണ്ട്. അവർക്കൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു മദ്യപാനികളെ പോലെയുള്ള അവസ്ഥ. മോട്ടിവേഷണൽ ടോക്കർ എന്തായിരുന്നു? ഒരു ചെറിയൊരു മദ്യം കൊടുക്കും, ഒരു പെഗ് കൊടുക്കും, അപ്പോൾ ഒരു ചെറിയൊരു ബൂസ്റ്റ് കിട്ടും. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഏത് മോട്ടിവേഷണൽ ടോക്കറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ടെമ്പററി ബൂസ്റ്റ്, ഒരു മദ്യം കഴിക്കുന്ന പോലെയാണ്. അത്രയേ ഉള്ളൂ. നമുക്ക് പണിയെടുത്ത്, അവനവൻ പണിയെടുത്ത് വരുമ്പോൾ അത് ടെമ്പററി ബൂസ്റ്റിംഗ് അല്ല, ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ്. ജീവിതം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന അവസ്ഥ അനുഭവത്തിൽ വേണ്ടേ? അപ്പോൾ പണിയെടുക്കണം. ബാക്കിൽ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ നന്നായിട്ട് വേണം. പല്ലു മുറിയെ തിന്നാൻ എല്ലു മുറിയെ പണിയാൻ. ബാക്കിൽ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യണം മുതുകുഭാഗം.
മൃദുഭാവം മാത്രം മതിയാ? നിങ്ങൾക്ക് എവിടെയെങ്കിലും ആകുന്നുണ്ടോ? എവിടെയെങ്കിലും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ മതിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്ത പോലെ അവിടെ നമ്മൾ ഭാരതത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ മൗര്യൻ എംപറർ ഭയങ്കര വലിയ എംപയറായിരുന്നു. ഭാരതം അങ്ങനെയായിരുന്നു. ലോകത്തിൻ്റെ 33% കോൺട്രിബ്യൂഷൻ ചെയ്തിരുന്ന ഭാരതത്തിലായിരുന്നു എന്നൊക്കെ ഗീർവാണം അടിക്കാം. ഇപ്പം എന്താ അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ 25% ഉള്ളൂ. അപ്പോൾ ഭാരതം പണ്ട് മുന്നിലായിരുന്നു. അങ്ങനെ മുന്നിലായിരുന്നെങ്കിൽ അതെങ്ങനെ തകർന്നു പോയി. നളന്ദ യൂണിവേഴ്സിറ്റിയിൽ 12,000 വിദ്യാർത്ഥികളുണ്ടായിരുന്നു, 2,000 അധ്യാപകരുണ്ടായിരുന്നു. പക്ഷെ 300 പേര് വന്ന് അത് തകർത്തിട്ട് പോയി. അപ്പോൾ നോക്കണം, അപ്പോൾ അവിടെ വിദ്യാഭ്യാസമാണ് നടന്നിരുന്നെങ്കിൽ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കാനുള്ള സർവ്വതന്ത്രം ഉണ്ടായിരുന്നു. നമ്മൾ പറയും ബ്രിട്ടീഷുകാർ വന്നു കയറിയാണ് ഇത് ഇങ്ങനെ തകർത്തുള്ളത്. ബ്രിട്ടീഷുകാർക്ക് വന്നു കയറിയിട്ട് ഇവിടെ മോഷ്ടിക്കാനായിട്ട് സാധിച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ കഴിവില്ലായ്മയാണ് നമ്മൾ അംഗീകരിക്കണം. അല്ല, എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങൾ കയറി നിരങ്ങി എൻ്റെ കുടുംബജീവിതം തകർത്ത് എൻ്റെ കഴിവില്ലായ്മ. മനസ്സിലായ? എൻ്റെ കഴിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. 100% എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ് എൻ്റെ കുടുംബജീവിതം തകർത്തത്. അതിനകത്ത് യാതൊരു സംശയമില്ല. എൻ്റെ കഴിവില്ലായ്മയെ അവർക്ക് പരിപോഷിപ്പിക്കാനുള്ള കഴിവ് അവർക്കില്ലായിരുന്നു. സഹോദരങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ള ഭാവം മനസ്സിലായി. കഴിവ് കെട്ടവരാ. മനസ്സിലായി? കാരണം അവർക്ക് എനിക്ക് കഴിവ് പറഞ്ഞു തരാനും സമാധാനത്തിൽ കൊണ്ടുപോകാനുള്ള കഴിവ് അവർക്കില്ലായിരുന്നു. എനിക്കും ഇല്ലായിരുന്നു, അവർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ കുറേ കള്ളത്തരവും നുണയും വഞ്ചനയൊക്കെ ചെയ്ത് മനസ്സിലായി ആ കുടുംബജീവിതം അവർ ചിന്ന ഭിന്നമാക്കി. മനസ്സിലായി? അവരുടെ കുടുംബജീവിതം ഇതൊക്കെ തന്നെ നടക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. എൻ്റെ എല്ലാ സഹോദരങ്ങളും ഇത് തന്നെയാണ് നിരന്തരം. എനിക്ക് 7 സഹോദരങ്ങളുണ്ട്. 7 സഹോദരങ്ങൾ ഒരെണ്ണം പോലും മാറി നിന്ന് നേരെ ചുവയുള്ളൊരു ഭാഗം പറയാനായിട്ടുള്ള ചങ്കുറപ്പില്ല. ഒറ്റെണ്ണത്തിനില്ല. അത് 7 പേര് എടുത്തു പറയാനാണ്. മൂത്തത് ശാന്തയാണ്, രണ്ടാമത്തത് ശോഭയാണ്, മൂന്നാമത്തത് ചെറിയാനാണ്, നാലാമത്തത് വത്സയാണ്, അഞ്ചാമത്തത് കുഞ്ഞുമോനാണ്, ആറാമത്തത് സന്തോഷാണ്, ഏറ്റവും ഇളയത് സ്നേഹയാണ്. ഇതിനകത്ത് 7ാമത്താണ് ഞാൻ. അതെ. അപ്പം അവിടെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാതെ. ഇവരാരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ തയ്യാറല്ല. എന്നിട്ട് ഈ ചെറിയാനെന്ന് പറഞ്ഞ ചേട്ടൻ ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ലൈവായിട്ട് കൺസൾട്ട് ചെയ്തത്. കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹമായിട്ട് വീഡിയോ കോളിലാണ്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടൊരു സ്പേസ് ഉണ്ട്. അത് പറയുമ്പോൾ പുള്ളി അത് തൊടത്തില്ല. പുള്ളിക്ക് ആ ഭാഗം, എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു അനുഭവം ഉണ്ട്, ആ ഭാഗം പുള്ളി തൊടാൻ തരില്ല. എൻ്റെ ജോലി നിങ്ങളെ കുടുംബം ഒരുമിപ്പിക്കാനാണ്. എങ്ങനെയാണ് 2 വ്യക്തികളെ 2 വ്യക്തി എന്താണെന്ന് അറിയാണ്ട് എങ്ങനെയാണ് ഒരുമിപ്പിക്കുന്നത്? ആ സൈക്കാട്രിസ്റ്റിൻ്റെ പേരറിയാമായിരുന്നെങ്കിൽ ഞാനും അതും പറഞ്ഞതിനായിരുന്നു. എൻ്റെ തലേ പേരോർമ്മ, എറണാകുളംകാരനാണ്. പുള്ളിയുടെ ഫീസ് എന്താണ്ട് 2000 രൂപ എന്താണ്ട് 1 മണിക്കൂർ സംസാരിക്കുന്നതിന് ചേട്ടനാ കൊടുത്തത്. പക്ഷെ പൊട്ടനാണ്. മനസ്സിലായി? പുള്ളിയുടെ പേര് കൂടി പറയേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള സൈക്കാട്രിസ്റ്റുമാർ, സൈക്കോളജിസ്റ്റുമാർ അല്ല, അവരെ എല്ലാവരും പറയുന്നത് സെബാസ്റ്റ്യൻ ചേട്ടനാണ് പൊട്ടനാണെന്നല്ലേ അവർ അങ്ങനെ ഒരു അഭിപ്രായമല്ലേ പറയുന്നത്. അതായിക്കോട്ടെ, പക്ഷെ എനിക്ക് സ്വസ്ഥതയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അവർ പൊട്ടനാണ്, ഭ്രാന്തനാണെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് എന്നിൽ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ ഡയലോഗാണ്. പക്ഷെ എനിക്ക് ഞാൻ ആരുടെയും കാര്യത്തിൽ തലയിട്ട് അവരുടെ കഞ്ഞിയും കൂടി മുട്ടിക്കാനോ ആരുടെയും കുടുംബജീവിതം തകർക്കാനോ ഒന്നും പോകുന്നില്ല. ഒളിച്ചും പാത്തും നേരെ ചൊവ്വയിരുന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് സംസാരിക്കാൻ തരാം. നിന്നെ പറ്റി നിങ്ങൾ പറഞ്ഞു, എഴകീറി നിങ്ങൾ പറഞ്ഞു. പറയാനുള്ള അവസരമുണ്ട്. അവിടെ അടിയും വഴക്കും ബഹളവും എഴുന്നേറ്റ് പോക്കും ഒന്നും ഉണ്ടായില്ല. ഇവരാരും ഇടപെടില്ല.
പ്രത്യേകിച്ച് എൻ്റെ ഒരു സഹോദരൻ ബാംഗ്ലൂരിലുള്ള ഒരു കുഞ്ഞുമൻ തോമസ് ഈപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിയാണ് ഏറ്റവും നല്ല നമ്പർ 1 മാനിപ്പുലേറ്റർ. അതായത് എൻ്റെ ഭാര്യ കൊണ്ട് പോലീസ് സ്റ്റേഷൻ കോടതിയിൽ കേസ് കൊടുത്തു. അപ്പോൾ എൻ്റെ ഈ സഹോദരൻ തോമസ് കുഞ്ഞുമൻ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കോടതിയിലും പോലീസ് സ്റ്റേഷനും പോകേണ്ട അല്ലെന്ന് പറഞ്ഞു. എന്ന് സംസാരിച്ച് തുടങ്ങി ഒരു ഘട്ടം വന്നപ്പോഴത്തേക്കും അവിടെ എൻ്റെ ഭാര്യയുടെ ഭാഗത്തുനിന്ന് കോടതിയിൽ ഒരു കൺസൾട്ടേഷൻ വെച്ചിട്ടുണ്ട്. അപ്പം ഈ പുള്ളിക്കാരൻ അവിടെ കോടതിയിൽ ഒരു കൺസൾട്ടേഷൻ വെച്ചിട്ടുണ്ടല്ലോ, അതിനൊന്ന് പോയിക്കൂടെ? അതിന് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ തീർക്കാവുന്നല്ലേ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തന്നെയാണ് ഇതിന് അവിടെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അല്ലേ? അല്ല, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു വിടണം എന്തിനാ? നമ്മുടെ കുടുംബത്തെ സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞ വിഷയം അത് പുള്ളിക്കാരൻ ഇങ്ങോട്ട് പറയാ. ഇവിടുന്ന് കോടതിയിൽ വിളിച്ചിട്ടുണ്ടെന്നുള്ള ഭാഗം പുള്ളിക്കാരൻ എന്നോട് ഇങ്ങോട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയല്ല പറയണ, പുള്ളിക്കാരനാ പറയണത്. കാരണം പുള്ളിക്കാരൻ തന്നെയാണ് നമുക്കിത് നമ്മുടെ വീട്ടിൽ സംസാരിച്ച് തീർക്കാൻ സഹോദരങ്ങൾ തമ്മിൽ എന്ന് പറയണ പുള്ളി അവിടെ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ കോടതിയിൽ ഒരു കൺസൾട്ടേഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി തന്നെയല്ലേ ഇതിന് പിന്നെ ചുക്കാൻ പിടിച്ചത്? അല്ല, കള്ളനല്ലേ? കള്ളന, ഫ്രോഡാണ്. മനസ്സിലായി? അപ്പൊ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇങ്ങനെയുള്ള അടിസ്ഥാന സഹോദരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായി? സഹോദരങ്ങളാണ്, നമ്മളെപ്പോഴും നമ്മുടെ സഹോദരനാണ്, പ്രിയപ്പെട്ടവനാണ്, ഒരു കഥയില്ല. സത്യസന്ധത തൊട്ട് തെറിച്ചിട്ടില്ലെങ്കിൽ സഹോദരൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടത് സത്യസന്ധത. എൻ്റെ കുടുംബജീവിതം, ക്രിസ്ത്യൻ ഫാമിലി അത് ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പല കാര്യങ്ങളും പുറത്താരും പറയത്തില്ല. മിക്ക കുടുംബജീവിതത്തിലും ഭർത്താവിൻ്റെ ഭാര്യയുടെയും തെറ്റു പറയാതെ നീറിപ്പോകുന്ന അവസാനം കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കും. ഇതെന്ന് അവസാനിക്കുന്ന കൊലപാതകത്തില്ല. ചിലത് മാനസിക രോഗമായിട്ട് പോകും, ചിലത് ക്യാൻസർ, പലതരം വ്യത്യസ്തമായ രോഗത്തിലോട്ട് മാറും. ആരും അറിയുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണ്? എൻ്റെ വേണ്ടപ്പെട്ടവനാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് അവരെ പറ്റി ഞാനൊന്നും പറയത്തില്ല. പക്ഷെ നീറിപ്പോകുന്നു. എൻ്റെ മതമാണ്, എൻ്റെ മതവിശ്വാസമാണ്. യേശു ക്രിസ്തു നമ്മളെ രക്ഷിക്കും. ഒരു കഥയില്ല. എന്തെങ്കിലും കൃഷ്ണൻ രക്ഷിക്കും, ഒരു കഥയിൽ ഒരു കാര്യമില്ല. ആരും നമ്മളെ രക്ഷിക്കും. മറ്റൊരാളെ രക്ഷിക്കണം എന്തിനാ? എന്തിനാ മറ്റൊരാൾ നമ്മളെ രക്ഷിക്കണത്? എന്തിൽ നിന്ന് രക്ഷിക്കാനാ? മനപ്രയാസത്തിൽ നിന്ന്. മനപ്രയാസത്തിൽ നിന്ന് രക്ഷിക്കണം എന്തിനാ? മനപ്രയാസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് മനപ്രയാസം ഉണ്ടാകണം? നമ്മളിൽ അനുഭവത്തിൽ ഇരിക്കുന്നില്ല. അപ്പൊ കടന്നു വരുന്നതല്ലേ മനപ്രയാസവും ദുഃഖവും ദുരന്തങ്ങളും എല്ലാം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു കാരണവശാലും വരത്തില്ല. മിക്ക പുരുഷന്മാർക്കും സ്ത്രീകളോടുള്ള ആസക്തി, ലൈംഗിക ആസക്തി. സ്ത്രീ നടന്നു പോയാല് അപ്പൊ ഉടനെ വലിയ അങ്ങോട്ട് എന്താ പണിയെടുക്കുന്നില്ല. ശരീരത്തിൽ പണിയെടുത്താലും ഒരു സ്ത്രീ നടന്നു പോയാലും നമ്മുടെ ശരീരം കുനിയത്തില്ല, മടങ്ങത്തില്ല. ഞാൻ എൻ്റെ അനുഭവത്തിലായിരിക്കുന്നത്. എൻ്റെ നിരന്തരം പണിയെടുത്ത അനുഭവത്തിനേക്കാൾ ശക്തിയാണോ ഒരു പെണ്ണ് വരുമ്പോൾ? ഒരു പെണ്ണ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ശരീരം വളയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രാപ്തിയില്ലെന്നർത്ഥം. നേരെ ഇരിക്കാൻ പഠിക്കണം. അവിടെയാണ് മനുഷ്യനാകുന്നത്. ഇത് വെറും ആണാണ്, മൃഗമാണ്, മൃഗത്തിൻ്റെ സ്വഭാവമാണ്. ആണ് നിരന്തരം പണിയെടുക്കുമ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അങ്ങോട്ട് ചായണത് എങ്ങനെയും? ഇത്രയും നാൾ പണിയെടുത്തതിൻ്റെ ശക്തി നമ്മളിൽ വേണ്ടേ? അവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇപ്പം ഈ ചെറിയാനെന്ന് പറഞ്ഞ സഹോദരൻ, ഞാൻ എൻ്റെ മകനെ വളർത്താൻ വേണ്ടി ഇങ്ങനെയുള്ള, നിന്റെ മകനെ വളർത്തുന്ന കാര്യമൊന്നും ഞങ്ങളാരും അറിയണ്ട, അത് നീ വളർത്തിക്കും. പക്ഷെ അവര് കയറി കുടുംബജീവിതത്തെ കലക്കിയിട്ട് പോകും. മനസ്സിലായി? അവരൊന്ന് ഇടപെടും. അവിടെ നീ എങ്ങനെ നിന്റെ കുടുംബജീവിതം വളർത്തുന്നുള്ള ഭാഗം പറയുന്നവര് ഒരു കാരണവശാലും ഒരു കാര്യം പറയാൻ വരരുത്. എൻ്റെ ഭാര്യയ്ക്ക് ഉപദേശം കൊടുക്കാനൊന്നും വരരുത്. ഇത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്തതിന് അവർ കുടുംബജീവിതം കലക്കുകയും ചെയ്തത്. എല്ലാവരും അതാ ചെയ്തത്. ഒരാളും അതിനകത്തുനിന്ന് മാറി നിന്ന് പറയാനാണെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് നേരിട്ട് എൻ്റെ കുടുംബജീവിതത്തിൽ ഇടപെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
പരസ്പരം ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ വല്ലതും പറഞ്ഞാൽ അതെനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ ഭാര്യയുടെ മക്കളോടാ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ട് സന്തോഷം എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. അദ്ദേഹം അങ്ങനെ ഇടപെട്ടതായിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെ മാറ്റി നിർത്തത്തക്ക രീതിയിൽ എനിക്ക് പറയാവുന്ന ഒരാളുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം കണക്കാം. ബാക്കിയുള്ളവരെല്ലാവരും എവിടെയെങ്കിലും ഇരുന്ന് അവസരം കിട്ടുമ്പോഴൊക്കെ കുത്തി വെറുതെ അനാവശ്യമായിട്ട് മനസ്സിലായി ഒരു കഥയിലാണ്ട് ഇത് വഷളാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം സഹോദരങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ അർത്തിങ്കിൽ തന്നെ താമസിച്ചിരുന്നു. 100% ഞാൻ അർത്തിങ്കിൽ തന്നെ താമസിച്ചിരുന്നു. ഒരു കാരണവശാലും ഭാര്യ വിട്ടിട്ട് പോകത്തില്ലായിരുന്നു. ഒരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെ ഒരു ആവശ്യമില്ല ഇറങ്ങേണ്ടത്. ഇറങ്ങി ഇപ്പൊ ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കണം, ഇപ്പൊ നീ സ്വസ്ഥമല്ല, ഇനി അങ്ങോട്ട് വന്നുകൂടെ? ഇവരാരും എൻ്റെ കൂട്ടത്തിൽ ഇല്ലാഞ്ഞ ആൾക്കാർ പറയാനായിട്ട് എന്ത് അധികാരം? ഇപ്പൊ പലരും ഇപ്പൊ നീ സ്വസ്ഥമായിട്ടല്ലേ ജീവിക്കണം, ഇനി ഇവിടെ വന്ന് ഇപ്പൊ ഷാഫിയും ജെനിയും കെന്നുമായിട്ട് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോ ഇപ്പോഴും ഇവരിവിടെ വന്ന് ഒരു അക്ഷരം തിരക്കാൻ തയ്യാറല്ല. എങ്ങനെയാണ് ഇവരിവിടെ സ്വസ്ഥമായിട്ട് കഴിയുന്നത്? ഇപ്പൊ ജെനിയും ഷാഫിയും എല്ലാവരും കൂടി നമ്മളിവിടെ സമാധാനത്തിൽ കഴിയല്ലേ. ഇപ്പൊ ഇവര് വന്നതിന് ശേഷമല്ലേ എനിക്ക് എന്റെ ജീവിതത്തിന്റെ സുതാര്യതയായിട്ട് തുടർന്ന് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇവരെ ഇട്ടിട്ട് പോണത് അത് തെണ്ടിത്തരമല്ലേ? അത് തന്തയില്ലായ്മ തരമല്ലേ? അല്ലേ? ഇത് ഇപ്പൊ എന്റെ കാര്യങ്ങളെല്ലാം സാധിച്ച് അല്ല, ഞാന് എപ്പോഴും അവരുടെ ഒരു മാനസികാവസ്ഥയും കൂടെ ഞാൻ നമ്മളങ്ങനെ ചെയ്യണമെന്നല്ല, അവര് മാനസിക തലത്തിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് മനുഷ്യനെ വേദനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അവരുടെ ഒരു രീതി. എങ്ങനെയാണ് നമ്മളെ ഭൗതികതയുടെ ഒരു രീതി? ഭൗതികതയുടെ രീതിയല്ല, വൃത്തികേടിന്റെ രീതിയാണ്. സത്യസന്ധത ഇല്ലായ്മയുടെ രീതിയാണ്. ഭൗതികത ആരെയും വേദനിപ്പിക്കത്തില്ല. വ്യവഹാര തലത്തിലും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യണം. ആരെയും വേദനിപ്പിച്ച് ജീവിക്കേണ്ട ഭാഗമൊന്നുമില്ല. തന്നെത്താൻ വേദന ഉള്ളത് മാറ്റാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ വേദനിപ്പിക്കുന്നത്. കാര്യങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയണം. എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അടുത്ത ആളതിന് പരിഹാരം അയാൾ ഉണ്ടാക്കി പറയണം. ഇല്ലെങ്കിൽ വേണ്ട, എനിക്കറിയത്തില്ല കേട്ടോ എന്ന് പറയാനുള്ള ഞാൻ ഉറപ്പുണ്ടാകണം. അത് ദൈവം രക്ഷിച്ചോളും. ഏത് ദൈവം? ഏത് ദൈവമാണ് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നത്? ഞാൻ നിലനിൽക്കുന്ന അവസ്ഥ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. അവിടെയല്ലേ കാര്യം ഇരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയിലുള്ള ശാരീരികം ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശാരീരികം എന്ന് പറയുന്നത് പൂർണ്ണമാണ്. ശരീരത്തിൽ മനസ്സ്, ആത്മാവ് ഇതെല്ലാം വേറിട്ട് നിൽക്കണമെന്നല്ല, ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഞാൻ എല്ല്, മജ്ജ, മാംസം ഇനി വിവരം നോക്കേണ്ട കാര്യമുണ്ടാകും. എൻ്റെ എല്ല് വേറെ, എല്ലിന് കുറച്ച് ഭക്ഷണം കൂട്, മജ്ജക്ക് കുറച്ച് ഭക്ഷണം കൂട്, രക്തത്തിന് കുറച്ച് ഭക്ഷണം കൂട്, അങ്ങനെ എല്ലാ ഭക്ഷണം കഴിക്കണം. മനസ്സിന് കുറച്ച് സമാധാനം കിട്ടട്ടെ, ശരീരത്തിന് കുറച്ച് സമാധാനം കിട്ടട്ടെ, ആത്മാവിന് വേണ്ടിയിട്ട് കുറച്ച് പ്രവർത്തിക്കട്ടെ. അങ്ങനെ എല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരുമിച്ചാണ് നമ്മൾ നിൽക്കുന്നത്, ഐക്യത്തില്. ചാടണമെന്നുണ്ടല്ലേ? നിങ്ങൾ പണിയെടുക്കാതെ ഒരു രക്ഷയില്ല മാഷെ. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നതിനകത്ത് ഒരു കഥയില്ല. അപ്പനും അമ്മയും, എൻ്റെ അപ്പനും അമ്മയ്ക്കും ജനിച്ചതാണ് സഹോദരങ്ങൾ. അവരെയാണ് കൂടെപ്പുറപ്പെന്ന് കരുതിയിരുന്നത്. പക്ഷെ അവര് കൂടെപ്പുറപ്പല്ല, കൂടെ പൊറുക്കുന്നവരാണ് കൂടെപ്പുറപ്പ്. അവര് കൂടെപ്പുറപ്പല്ല, ഒരിക്കലും അല്ല. അവർക്ക് കൂടെപ്പുറപ്പ് ആകാൻ പറ്റത്തില്ല. ഇപ്പൊ ഇത് ഇവിടെ തന്നെ ഞാൻ വന്ന് താമസിക്കാനുള്ള കാരണം, ഇത് എൻ്റെ സഹോദരിയുടെ മകളുടെ വീടാണ്. ഞാൻ ഒരു ദിവസം കരഞ്ഞോണ്ടാണ് അവളോട് പറഞ്ഞത്, എടി മോളെ സാലറി
എനിക്ക് ഇവിടെ താമസിക്കുമ്പോൾ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ താമസിച്ചോട്ടെ, ഞാൻ പെർമനന്റ് ആയിട്ട് താമസിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ മാമൻ വന്ന് താമസിച്ചു, മാമൻ വന്ന് താമസിച്ചു. കാരണം ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ഒരു ഇടമാണ് അവൾ കൊടുത്തത്. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവളോട് പറയണത്, മനസ്സിലായ? പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയണത്. കാരണം അത്രയും മാനസികമായിട്ട് നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം അവിടെ വീട്ടിൽ. ഒരു ആളുമായിട്ട് നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാൻ, അത് മാനസികമായിട്ട് സ്വസ്ഥത അല്ലേ, അങ്ങനെയല്ലേ പറയണം എല്ലാവരും. ശരിക്കും ശാരീരികമായിട്ടല്ലേ സ്വസ്ഥത അനുഭവിക്കേണ്ടത്. ഇവളോട് പറഞ്ഞപ്പോ ഇവള് മാമൻ വന്നോളാൻ പറഞ്ഞ് താമസിച്ചോളാൻ പറഞ്ഞു. അതിന്റെ പേരില് അവളുടെ കുട്ടികളുമായിട്ടുള്ള ബന്ധമൊക്കെ അവളുടെ തന്നെ അമ്മയൊക്കെ കൂടി പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ സംശയം കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പൊ അവളുടെ ഡൈവേഴ്സിന്റെ ഭാഗത്തിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികളെ ഇവിടെ വന്ന് താമസിക്കുന്നത് പെൺകുട്ടിയാണ്, ഷാഫിയുണ്ട്. നോക്കണേ കഥ പോകണ എങ്ങനെയാണെന്ന്. അവിടെ ഷാഫിയുണ്ട്, ഷാഫി ഉണ്ട്, പെൺകുട്ടി, അവിടെ മകൾ പെൺകുട്ടി, അതുകൊണ്ട് സുരക്ഷിതമല്ല എൻ്റെ മകൾ. അതുകൊണ്ട് മകളെ വിട്ടുകിട്ടണമെന്നുള്ളത് മനസ്സിലായി. ഭർത്താവ് ഡൈവേഴ്സിന്റെ ഭാഗത്ത് തീരുമാനം മാറ്റി അവള് ഇവിടെ നിന്നുള്ള താമസം മാറ്റി പോകേണ്ടി വന്നു, മനസ്സിലായി. നോക്കണേ കഥ എങ്ങനെയാണ് അവർ മെനയുന്നത്. എന്നിട്ട് എന്നെ ഇവിടെ നിറക്കാനുള്ള പല പ്രഷറും പോലീസ് സ്റ്റേഷൻ വഴിയും അതുവഴി ഇതുവഴിയൊക്കെ ശ്രമിച്ചു. കാരണം എന്തിനാണ് ഇവർ ഒരാളുടെ ജീവിതത്തിൽ ഒരു നന്മ, അവർക്ക് ഒരാളുമായിട്ട് ഇവർക്ക് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു ഭാവം എങ്ങുമില്ല, എങ്ങുമില്ല. 100% ഞാൻ എടുത്തു പറയാം. മനസ്സിലായി. എനിക്ക് കെന്ന് ഒരു ഫുള്ളി ഗ്രോൺ അല്ലാത്തൊരു കുട്ടിയാണ്. ഇപ്പൊ ഈ കുഞ്ഞുമോന്റെ മകൻ എന്ന് പറയണത് 2 മക്കളും നല്ല നോർമൽ ഹെൽത്തിയാണ്. ഈ 2 മക്കളും നമുക്ക് സംസാരിക്കാം. 2 മക്കളും നോർമലാ, ജനിച്ചത് നോർമലായിട്ടാ. എല്ലാ പിള്ളേരും ആരോടും സംസാരിക്കാം. എൻ്റെ മൂത്തവനോട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി. നോർമലായിട്ടാണ് ജനിച്ചത്, പക്ഷെ അവൻ അബ്നോർമലാണ്. ആ ചേട്ടൻ്റെ മക്കളാണെങ്കിൽ ചേച്ചിയുടെ മക്കൾ, ആരോടും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ആ കൂടി സംസാരിക്കാൻ പറ്റുന്ന ഏക വ്യക്തി സാവിനെയാണ്. സാവിയുടെ വീട്ടിലാണ് നമ്മൾ അവരോട് സംസാരിക്കാം, അവൾ ഇരുന്ന് കേൾക്കും. എന്താണ് അതിൻ്റെ ഇടവും വലവും എല്ലാം ഇരുന്ന് കേൾക്കും. ബാക്കിയുള്ളവരും ആരും, എനിക്ക് 100% സംശയമുണ്ട് ഇവരെല്ലാവരും കഞ്ചാവ് വലിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ. മനസ്സിലായി. എനിക്ക് 100% സംശയമുണ്ട് ഇവരെല്ലാവരും കഞ്ചാവ്. എനിക്കിതിൽ ഭയങ്കര രസം തോന്നുന്നു. അവര് പറയും നിങ്ങളാണ് കഞ്ചാവ് ഇരിക്കുന്നതെന്ന് പറയുമെന്ന് പറയാൻ. അവര് പറയും നിങ്ങളാണ് കഞ്ചാവ്, അങ്ങനെയാണല്ലോ പൊതുവെ. അത് സാരമില്ല, നമുക്കതിന്റെ സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ആർക്കും വേണമെങ്കിലും വന്ന് ഇവിടെ വന്ന് താമസിച്ച്, ഇപ്പൊ നിങ്ങൾ ഷിബു ഇവിടെ വന്ന് താമസിച്ചു പോകുന്ന ആളാണ് അല്ലെ. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം പറഞ്ഞത്. എന്റെ ഷിബുവിന് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഷിബുവിന് അങ്ങനെ പറയാം, മനസ്സിലായ? ഷിബുവിന് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളവർ കഞ്ചാവ് വലിച്ചിട്ടാണ് ഇരിക്കണമെന്ന് ഷിബുവിന് തോന്നുന്നുണ്ടെങ്കിൽ ഷിബുവിന് അങ്ങനെ തന്നെ പറയാം. അവരുടെ സംശയം മാറണ്ട, അങ്ങനെ ഇരിക്കട്ടെങ്കിൽ ഷിബു ഉണ്ടാണ്ടിരുന്നാൽ മതി. മനസ്സിലായ? അല്ല എനിക്ക് അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിക്കോട്ടെ, അതിൽ എനിക്കൊരു രസമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. മനസ്സിലായ? അപ്പൊ എല്ലാ ഭാഗത്തും പുകമറ സൃഷ്ടിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സത്യസന്ധത ഒരിക്കലും കാണാൻ പറ്റത്തില്ല. സത്യസന്ധത കാണാൻ പറ്റത്തില്ല. ഇവിടെ ഒന്ന് താമസിക്കുന്നേ കാരണം മനുഷ്യരെങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കും എന്നുള്ള ഭാഗത്താണ്. ഞങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നേ. ഞങ്ങൾ 100% ആരെയും സ്വാഗതം ചെയ്യുക. ഞങ്ങളിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തിത്താം. തെറ്റ് തിരുത്താൻ 100% തയ്യാറാണ്. അല്ലാണ്ട് ഇത് ശരിയാണെന്ന് സ്ഥാപിക്കാനല്ല. ശരിയാണെങ്കിൽ കൊള്ളാം, എല്ലാവർക്കും നല്ലതാണ്. ഒന്നും സ്ഥാപിച്ചെടുക്കാനല്ല. ഒരു ഡോക്ടർ സൂസൻ തോമസ് ഉണ്ട്, നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി വിശദീകരിക്കുന്നതാണ്. ഏറ്റവും വലിയ പ്രശ്നമാണ് ആ ഡോക്ടർ ചെയ്യുന്നത്. നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർക്ക് വിശദീകരണം കൊടുക്കുകയും മിക്ക പെണ്ണുങ്ങളും എന്നോട് പലവരും വിളിച്ചു വെച്ചിട്ടുണ്ട്, എൻ്റെ ഭർത്താവിന് ഇവരെ കേട്ടിട്ട് എൻ്റെ ഭർത്താവിന് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുംബം ഞാൻ തകർക്കണേന്ന്.
മനസ്സിലായോ? ഡോക്ടർ സൂസൻ തോമസ് എന്നാണ് തോന്നുന്നു. നമ്മൾ വീഡിയോ ചെയ്തോ. എന്തൊരു വിഡ്ഢിത്തരാണ് ഇവരൊക്കെ ചെയ്യുന്നത്. കാരണം ഇവർക്ക് മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇവർക്ക് കച്ചവടം കിട്ടാൻ വേണ്ടി ഇവർ ചെയ്യുന്നത്. എല്ലാവരും കച്ചവട മനോഭാവത്തിലാണ്. അതിൻ്റെ സത്യസന്ധതയില്ല. എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണ് സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ടത്? സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ ആദ്യം പണിയെടുക്കണം. അല്ലാണ്ട് സൈക്കാട്രിയും സൈക്കോളജിയും ഇങ്ങനെ കുറേ ന്യായങ്ങൾ പറയുന്നതല്ല കാര്യം ഇരിക്കുന്നത്. പണിയെടുക്കണം, ഒപ്പം ഇരിക്കണം. അല്ലാണ്ട് ഒരു സൈക്കോളജിസ്റ്റും ആരുടെയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരികയില്ല. ഞാൻ 100% എഴുതി വെച്ചുതരാം. ഒരു ചെറിയൊരു മോട്ടിവേഷണൽ ടോക്കർ മാത്രമാണ്. ജീവിക്കണമെങ്കിൽ നമ്മൾ എല്ലും പല്ലു മുറിയെ തിന്നണം, നേരെ ചൊവ്വയെ പണിയെടുക്കണം, ശരീരം അനങ്ങണം, ശരീരത്തിൽ വിയർക്കണം, നേരെ നെട്ടല് നിവർന്നു വരണം. അത് മാത്രമേ ഉള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തുടക്കം. വേറെയുള്ള ലാപ്പ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ സ്നേഹത്തിന് ഒരു കുറവുമില്ല. പക്ഷെ അത് ഒരു അംശം പോലും അവർക്ക് അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. കാരണം എപ്പോഴും ഞാൻ ഭ്രാന്തരാണ് എന്ന ഭാഗം സംശയമാണ്. മനസ്സിലായോ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്ത് സംശയമാണ്. അതായത് അവരുടെ ഒരു മാനസിക തലം കൂടി നമ്മൾ കണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണ്ടേ എന്നാണ് എന്റെ സംശയം. അവരുടെ മാനസിക തലം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അതൊരു മനസ്സിന്റെ തലമാണ്. കുറെ പ്രഷറുകളുടെയും ജീവിതം എന്ന് പറയുന്നത് അതാണ്. ആ തലം നമ്മൾ കണ്ട് നമ്മൾ അവരെ കൂടെ നിൽക്കണ്ടേ എന്നാണ് എന്റെ സംശയം. ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് തന്നെയാണ്. വാക്ക് തെറ്റിപ്പോയി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരെ കൂടെ നമ്മൾ നിൽക്കണം എന്നുള്ളതിനാണ് ഞാൻ. എനിക്കിപ്പം പറ്റുന്നില്ല. അപ്പൊ പറ്റാത്ത കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇല്ല. അങ്ങനെ സെബാസ്റ്റ്യൻ ചേട്ടൻ കുറച്ചുകൂടെ എഫക്റ്റീവ്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, പറ്റാത്ത കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത് അതുകൂടി പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല. അല്ലെ പിന്നെ എനിക്കും പറ്റാത്ത കാര്യം ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് പറ്റുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുന്നത്. ഞാൻ പറ്റുന്ന കാര്യം ചെയ്താൽ പോരെ. ഞാൻ പറ്റാത്ത കാര്യം എങ്ങനെയാണ് ചെയ്യണത്? അതൊന്ന് പറഞ്ഞാൽ ഞാൻ പറ്റാത്ത കാര്യം എങ്ങനെയാണ് ചെയ്യണത്? അതിലൂടെ ഒരു പരിഹാരം പറഞ്ഞു. എനിക്ക് പറ്റുന്ന കാര്യം എനിക്ക് അവരുടെ തലത്തെ കുറിച്ച് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളുക. 100% ഞാൻ സ്വാഗതം ചെയ്യും. മനസ്സിലായോ? നിങ്ങൾക്ക് പറ്റുന്ന കാര്യം അത് വീണ്ടും ഏതിലോട്ട് കൊണ്ടുവന്നു? ഒന്നിലോട്ട് കൊണ്ടുവന്നില്ല. നേരത്തെ പറഞ്ഞു. അതാണ് സംസാരിക്കുമ്പോൾ സത്യസന്ധമായിട്ട് സംസാരിക്കണം. നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായി? മറ്റൊരാളെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടി സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ശരിയാണോ? ഞാൻ ചെയ്ത കാര്യമാണോ? എനിക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടോ? എനിക്ക് നടത്താൻ പറ്റാത്ത കാര്യം മറ്റൊരാൾ പറയണത് എനിക്ക് നടത്താൻ പറ്റിയിട്ട് പിന്നെ ഇത് പറയുന്നത് എന്താർത്ഥം ഇരിക്കുന്നത്? പരസ്പരം സംസാരത്തിന് വല്ല മൂല്യമുണ്ട് അവിടെ? സർവ്വതും പോയില്ലേ? ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ എവിടെ ചോദ്യം ചെയ്താലും എനിക്ക് കൃത്യമായിട്ട് പറയാവുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. ഇല്ലാത്തൊന്ന് കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ പറ്റുന്ന വഴി കൂടി പറഞ്ഞു തന്നിട്ട് പറ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. 100%. മനസ്സിലായോ? പറ്റുന്ന വഴി കൂടി പറഞ്ഞു തരണം. ഇവർ വന്ന് ഷാഫിയും ജെനിയും നോക്കണേ. ഇവിടെ എൻ്റെ അനന്തരക്കാരുടെ വീട്ടിൽ ഞാൻ ഒറ്റക്ക് താമസിക്കാനാവുന്നത്. ഞാൻ ഒറ്റക്കാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് അവളിവിടെ ഇല്ല. അവള് ഷാഫിനെ വിളിച്ച് പറയണത് മാമൻ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടാ. നോക്കണേ, കഥ മാറണ സ്ക്രിപ്റ്റ് മാറണ എങ്ങനെയാണ്? ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഷാഫിനെ വിളിച്ച് പറഞ്ഞൊന്നുമില്ല. എൻ്റെ ഓർമ്മ ശരി. പക്ഷേ ഷാഫി വിളിച്ച് പറഞ്ഞു എന്നോടുള്ള കെയറിങ്ങാണ്. കാരണം ഞാനൊരു അടുത്ത് നിൽക്കുന്നത് ഷാഫിയാണ്. ഷാഫി ഇവിടെ വരികയും ഷാഫിയുടെ ജീവിതത്തിൽ ഇവിടെ ഒന്ന് താമസിക്കുകയും മെല്ലെ 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 കാര്യങ്ങളിൽ മാറ്റം വന്ന് ഷാഫിയുടെ ഭാര്യ ഉടനെ ഡൈവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. കാര്യങ്ങൾ
പെട്ടെന്നാണ് മാറി കാരണം ലില്ലി എന്ന് പറഞ്ഞൊരു സ്ത്രീ അമേരിക്കയിൽ നിന്ന് ഇവിടെ വരുന്നു. ഇവിടെ എല്ലാവരും നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നു. അപ്പോൾ ഷാഫിയുടെ തീരുമാനം, ഷാഫിയുടെ അല്ല, ഷാഫിയുടെ ഭാര്യയുടെ തീരുമാനം ഡൈവോഴ്സ് വേണം. ഓ നോക്കണം, ഓരോ കാര്യങ്ങൾ മാറുകയും. അതിനകത്ത് ഞങ്ങളിവിടെ നിന്ന് താമസിക്കുന്ന ഭാഗത്ത് ഞങ്ങളിവിടെ നിന്ന് ഓടിക്കാനായിട്ട് പോലീസും കാര്യങ്ങളായിട്ട് മറ്റേ ആശുപത്രിയിൽ നിന്ന് വണ്ടിയായിട്ടൊക്കെ വന്ന എൻ്റെ ഭാര്യ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ അറിയാം. അവർ വന്നു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ സ്കൂട്ടായി. നമ്മൾ എന്തിനാണ് അവരുടെ മുമ്പിൽ ഞാൻ ശരിയാണ് നോർമലാണെന്ന് കാശ് കൊടുത്തു വന്നിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ അവർ കാശ് വെച്ചാൽ അവർക്കൊരു രോഗിയെ കിട്ടിയാൽ അവർക്കൊരു ബാങ്ക് കാർഡാണ്, ഗവൺമെൻറ് അക്കൗണ്ട് നമ്പറാണ്. നമ്മളങ്ങനെ കുട്ടികളുടെ മുമ്പിൽ പോയി നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ ഞാൻ നോർമലാണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ നോർമലാണെങ്കിൽ എൻ്റെ ജീവിതം സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് എനിക്കുണ്ടാകും. മനസ്സിലായി? ബ്രിട്ടീഷുകാർക്ക് വന്ന് നിരങ്ങിയില്ലായിരുന്നെങ്കിൽ ഭാരതം മുൻപന്തിയിലായിരുന്നേനാ. ഭാരതം മുൻപന്തിയിലായിരുന്നെങ്കിൽ എന്നും മുൻപന്തിയിലായിരുന്നേനാ. എൻ്റെ ജീവിതം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ തീർന്നില്ല. അമേരിക്ക ഒരിക്കലും മുൻപന്തിയിലാണ് രോഗരാഷ്ട്രത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ലോകത്തിന് സമാധാനം പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള രാജ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിന് ഭാരതത്തിന് തന്നെ കഴിയത്തുള്ളൂ. 100%. ഭാരതത്തിൽ അതിനുള്ള സംവിധാനമുണ്ട്. അത് ഉണർത്തിയെടുക്കണം, നിവർന്ന് വരണം, നട്ടല് നിവർന്ന് വരണം. ഭാരത സംസ്കാരത്തിലെ മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥ ഇത്രയും മനോഹരമായിട്ട് വിശദീകരിക്കുന്ന ഭാഗമുള്ളൂ. അത് സയൻസ് അല്ല കേട്ടോ, ഇത് അനുഭവമാണ്. പുസ്തകത്തിൽ കുത്തിക്കുറിച്ച ഫോർമുല പ്രകാരമല്ല, അനുഭവം പ്രകാരമാണ്. അത് ബുദ്ധൻ്റെ തപസ്സിൻ്റെ ഭാഗമല്ല. നമ്മൾ ബോധപൂർവ്വം നട്ടിൽ നിവൃത്തി ഒരു പ്രാക്ടീസും ആരും തരണ്ട. തന്നെ അവനോ നട്ടിൽ നിവൃത്തി ഇരിക്കാൻ തയ്യാറായാൽ അവിടെ തെളിച്ചുണ്ടാവും. പണിയെടുക്കാൻ തുടങ്ങണം, പണിയെടുത്ത് നിവർന്നത് ഉണർന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള സർവ്വസാധ്യത എല്ലാവർക്കും. ഇനി ഒരു ഗുരുനാഥൻ്റെ ആവശ്യമില്ല. സഹകരണം സത്യസന്ധമായാൽ മാത്രം മതി. അപ്പം ഞാനിങ്ങനെ ഈ കഥയിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇടക്കിടക്ക് എടുത്ത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അപ്പം ഇവിടെ ഇങ്ങനെ വന്ന് ഇപ്പം ജെനിയ അവള് 25 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ പറഞ്ഞത്. ബിടെക് എഞ്ചിനീയറാണ്, പാസ്സായി, ജോലി ഉണ്ടായിരുന്നു. അവളുടെ അപ്പൻ ശ്രീജയൻ, അവളുടെ അമ്മ നിശ്ചയമാണ്. അപ്പന് ഇവളോട് ഭയങ്കര കലിപ്പാണ്. അവള് എന്തോ വൃത്തികേട് ചെയ്തു എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ പോലും അദ്ദേഹം തയ്യാറല്ല. കാരണം സമൂഹത്തെ ഭയം എന്നിട്ടാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ആണ് ഇവളുടെ ഒരു കസിൻ ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കേട്ടപ്പോഴത്തേക്കും അദ്ദേഹം ഇനി നിന്നോട് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം നമ്മുടെ സൗഹാർദ്ദത്തിൽ ആ സ്വകാര്യതയിൽ നീ അഴിമതി വരുത്തി. അപ്പൊ മറ്റൊരാളെ പോലും കേൾപ്പിക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് പറയാനുള്ളത് സഹോദരങ്ങൾക്ക്? നമ്മുടെ കുടുംബകാര്യം. പിന്നെ സംസാരിച്ചിട്ടില്ല അങ്ങനെ. അതായത് ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് കുടുംബജീവിതം ഇല്ല, സത്യസന്ധത ഇല്ല. ആരെങ്കിലും അറിഞ്ഞു പോകും. നമ്മൾ സൂക്ഷ്മം പരിശോധിക്കണം. മിക്ക ഭാര്യയും ഭർത്താവും അവർ പരസ്പരമുള്ള കാര്യങ്ങൾ തെളിച്ചത്തിൽ പറഞ്ഞ് തീർക്കാൻ തയ്യാറല്ല. അല്ല, അത് മൂടിപ്പതിഞ്ഞു കൊണ്ടിടക്കേ. ആരും അറിയരുതെന്ന് പറഞ്ഞ് അവരുടെ മക്കൾക്ക് ഇതെല്ലാം പകർന്നു കൊടുത്ത് മക്കൾ അടുത്ത തലമുറയിലോട്ട് പകർന്നു കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അത്രയേ ഉള്ളൂ. പാരമ്പര്യമായിട്ട് കിട്ടുന്ന വിഷം പകർന്നു കൊടുക്കുന്ന കാര്യത്തിലാണ് ഇതെല്ലാം പോകുന്നത്. അല്ല, ആരും സൂക്ഷ്മം പരിശോധിച്ച് സത്യസന്ധമായിട്ട് പണിയെടുത്ത് ഉണരാൻ തയ്യാറല്ല. പണിയെടുക്കണം. ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വരണ വഴിക്ക് തന്നെ ബസ്സിലിരുന്നപ്പോൾ തോന്നി, ഞാനെന്തിനാ ഇങ്ങോട്ട് പോണത്? അല്ലേ, ഞാൻ എന്തിനാ ഇങ്ങോട്ട് പോണത്? ചിലപ്പോൾ ഒരു പക്ഷേ ഈ പെണ്ണിനോടൊരു ആകർഷണം തോന്നിയിട്ട് ആകാൻ ചിലപ്പോൾ. പക്ഷെ അത് പറയാനായിട്ട് ചിലപ്പോൾ ഇച്ചിരി മടിയുണ്ടാകും. കാരണം ആ കൂടി ഒരു പെണ്ണൊരു സുന്ദരിയായ ഒരു ഭയങ്കര പെണ്ണാണ്. അവിടെ ഒരു ആകർഷണം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം ഇവിടെ വരുമ്പോൾ ഇവിടെ വളരെ ഫ്രീ ആയിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ പക്ഷെ അത് ശരിക്കും ഞാൻ അതിന് തന്നെയാണാ വന്നത്, ആണാ അല്ലേ എന്നൊക്കെ ഇനി അവരങ്ങനെ വിചാരിക്കുമോ? അപ്പം അതിന് തടയിടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാ വന്നതെന്നൊക്കെ ഇങ്ങനൊരു കഥയൊക്കെ എഴുതാനുള്ള
സാധ്യതയൊക്കെ നമ്മുടെ മനസ്സിനുണ്ടാവും. മനസ്സങ്ങനെയാണ്, മനസ്സിലായി? അപ്പൊ അവിടെ അവിടെ ഇരിക്കുന്നവരും ഈ കഥയാണ് എഴുതുന്നത്. ഈ നേരത്തെ പറഞ്ഞ 7 പേരെന്ന് പറയുന്ന അവര് ഈ കഥയല്ലേ എഴുതുന്നത്. അപ്പൊ അവരാ കഥ എഴുത്ത്. അതെ, ഇവിടെ നമ്മൾ കഥ എഴുതുകയില്ല, നമ്മളുള്ള കാര്യം പച്ചക്ക് നമ്മൾ തുറന്നു കാട്ടും. എന്നിട്ട് അവന് കഥ എഴുതാതെ ജീവിക്കുന്ന ഭാഗത്തോട്ട് കൊണ്ടുപോകും. മനസ്സിലായി? കഥ എഴുതുന്നത് കൊണ്ട് ഒരു കാര്യം, ജീവിച്ചുകൊണ്ടിരിക്കുക. കഥ എഴുതിയിട്ട് കഥയിലെ പോലെ ജീവിക്കാൻ നോക്കിയ അവള് സുന്ദരിയാണ്, അവളുമായിട്ട് പ്രണയിച്ചാൽ കൊള്ളാം, എന്നിട്ട് പിന്നെ പ്രണയിക്കാൻ നോക്കിയേ അവള് കാടിക്കിട്ട് നല്ല കട്ടും തരും. മനസ്സിലായി? കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നേരിട്ട് അവളോട് പറയാം. മനസ്സിലായി? നിങ്ങൾ കഥ എഴുതണ്ട. നിങ്ങൾക്ക് അവളോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അത് പച്ചക്ക് പറയാം. അവള് താടിക്കിട്ട് തട്ടത്തില്ല. മനസ്സിലായി? അതിനുള്ള കെൽപ്പ് ഇവിടെയുള്ള വ്യക്തികൾക്കുണ്ട്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ സെബാസ്റ്റ്യൻ ചേട്ടൻ ഈ ഭൗതികമായിട്ട് ജീവിക്കുന്നവരെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഭൗതികമായിട്ട് ജീവിക്കുന്ന ഒരാളെ ഞാൻ എവിടെയാ പറഞ്ഞത്? ജീവിക്കുന്ന മനുഷ്യരെ ഒന്നല്ലേ ഉള്ളു. ഈ ഭൗതികമായിട്ട് ജീവിക്കുന്നതും വേറെ രീതിയിൽ ജീവിക്കുന്നതും ഇത് ഷിബു ഒന്ന് വിശദീകരിച്ച് തന്നാൽ കൊള്ളാം. എന്നാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ഈ ഭൗതികമായിട്ട് ജീവിക്കുന്ന ആളെങ്ങനെ? ഷിബു പറയുന്നതിനൊന്നും അടിസ്ഥാനമില്ല. ആദ്യം പറഞ്ഞ പ്രശ്നം മനപ്രയാസമുള്ളവരുടെ കൂട്ടത്തിൽ കഴിയണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അതിന് മറുപടിയില്ല. അല്ല, എനിക്കേ പറ്റത്തില്ല. ഇല്ല, പറ്റാത്ത കാര്യം മറ്റൊരാൾ ചെയ്യണമെന്ന് പറയുന്നത് വിട്ടിത്തരല്ല. അല്ല, താങ്കൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട്. അല്ല, ഞാൻ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ എഫക്റ്റീവായിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ എനിക്കല്ലേ അധികാരമുള്ളത്, നിങ്ങൾക്ക് അധികാരം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം തൊലഞ്ഞ് അടുത്ത ആളുടെ ജീവിതം, പക്ഷെ ഞാൻ വീഴത്തില്ല കേട്ടോ. ഇല്ല, ഞാനത് വീഴത്തില്ല. കാരണം അങ്ങനെ ആരുടെയെങ്കിലും ശുപാർശ കിട്ടിയിട്ട് അതിനകത്ത് പെട്ടുപോകുന്ന ആളല്ല. കാരണം എനിക്ക് എന്നിൽ സക്സസ് ഇവിടെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം പറയും. അതുകൊണ്ടില്ല, അത് എഴകേറി പരിശോധിച്ച് ഇതിങ്ങനെയല്ലേ എഴകേറി പരിശോധിക്കും. അതിന് ജെനിയ പറഞ്ഞു, ഷാഫി പറഞ്ഞു, അതുകൊണ്ടല്ല, ഒരിക്കലും എടുക്കത്തില്ല. അത് എഴകേറി പരിശോധിക്കും. എന്നിട്ട് അതിൻ്റെ പ്രായോഗിക വശങ്ങൾ എന്താണെന്ന് തെളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം തന്നെ നേരത്തെ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇവിടെ വന്നത് ഇപ്പം സമൂഹം കേൾക്കുമ്പോഴത്തേക്ക് അവരെ തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധരിക്കുന്നു. മനസ്സല്ലേ അവര്. അപ്പൊ ആ തെറ്റിദ്ധാരണ ഇങ്ങനെ പറയുന്നത് ശരിയാണെന്നാണ്, ഇങ്ങനെ അപ്പൊ മനസ്സിൽ തെറ്റിദ്ധാരണയുള്ള ആൾക്കാരുടെ ഇടയിൽ മുഖം മൂടി വെച്ച് നടക്കുന്നതുകൊണ്ട് എന്ത് കാര്യമിരിക്കുന്നു? വല്ല കാര്യമുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അതല്ലേ രോഗത്തിലോട്ട് ആൾക്കാരെ കൊണ്ടുപോകണം. സത്യസന്ധമായിട്ട് രോഗം. നിങ്ങൾ ഒരുപാട് ആശ്രമത്തിൽ പോയി, ഒരുപാട് ആശ്രമത്തിൽ, എന്തിനാ ആശ്രമത്തിൽ പോയിരിക്കുന്നത്? കഞ്ഞി കുടിക്കാല്ലേ? അല്ലാണ്ട് ആശ്രമത്തിൽ പോയതുകൊണ്ട് നിങ്ങൾ വേറെ ഗുണമൊന്നും കണ്ടിട്ടില്ല. നിങ്ങളുടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ രാഷ്ട്രീയക്കാരെന്തിനാ കുറ്റം പറയുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ അവര് ആ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരല്ല, അത് കള്ളത്തരത്തിൽ ജീവിക്കുന്നവരല്ല. അവര് നമ്മൾ കുറ്റം പറയുന്നത്. അവര് നമ്മൾ കുറ്റം പറഞ്ഞോ? നമ്മളൊരു കുറ്റം പറഞ്ഞോ? നമ്മളൊരു കുറ്റം പറഞ്ഞോ? എനിക്ക് അത് എന്റെ സങ്കല്പം. അതെ, നമ്മള് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പരിഹാരവും പറഞ്ഞു. കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരവും പറഞ്ഞു. നിങ്ങളുടെ രോഗം ഇന്നതാണെന്ന് കണ്ടാലല്ലേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. രോഗം നിർണയിക്കണ്ടേ? രോഗം നിർണയിച്ചിട്ടല്ലേ മരുന്ന് കുടിക്കണത്. അങ്ങനെയല്ലേ നടക്കത്തുള്ളൂ. അങ്ങനെയാണോ നടക്കണത്? ശരിയാണോ? അങ്ങനെയാണോ? എനിക്കൊരു ഒരു ഭയങ്കര രസകരമായ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഭൗതികതയും രണ്ടും രണ്ടില്ല. പക്ഷെ എന്നാലും അവിടെ ഒരു അവരുടെ ഇത് അവരാകുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ട് അവര് നമ്മളാകുന്നില്ല? എന്തുകൊണ്ട് അവര് നമ്മളാകുന്നില്ല? അവര് ചോദിക്കുന്നത് അല്ല, അവര് ചോദിക്കുന്നത്, അവരെന്ത് ചോദിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് അവരാവുന്നില്ല എന്ന് ചോദിക്കും. അല്ല, അവർ ചോദിക്കട്ടെ, നീ അവര് ചോദിക്കട്ടെ. അങ്ങനെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കട്ടെ. അല്ല, അവരാകാനായിട്ട് അവര് പ്രസന്റ് ചെയ്യണ്ടേ? 100% ഷിബു ആകാനായിട്ട് ഷിബുവിനെ ആക്കാൻ ഷിബുവിന് താല്പര്യമുണ്ടെങ്കിൽ ഷിബു എന്ത് ചെയ്യണം? ഷിബുവിനെ പ്രസന്റ് ചെയ്യണം, അല്ലേ?
അപ്പോഴേ എനിക്ക് ഷിബു ആകാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഷിബു ആകണമെന്നുണ്ടെങ്കിൽ ഷിബു പറയുന്നത് എന്തുകൊണ്ട് ഷിബു ആകുന്നില്ല, എന്തുകൊണ്ട് ഞാനാകുന്നില്ലെന്ന്. ഇപ്പം ഞാനാകാനുള്ള ഭാഗം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനാകാം. ഞാൻ എന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്നെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോഴല്ലേ നിങ്ങൾക്ക് ഇതാകാനുള്ള അവസരം കിട്ടത്തുള്ളൂ, അല്ലേ? അവരവരെ എക്സ്പോസ് ചെയ്യണ്ടേ? അവിടെ കള്ളത്തരം നുണയും ആണെങ്കിൽ അതിലോട്ടാകാനായിട്ട് പറ്റുമോ? എന്നാലും അവരെ ഭയങ്കര സ്നേഹമാണ്. ആയിക്കോട്ടെ, നമ്മളതിവിടെ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് അവരോട് സ്നേഹമാണെങ്കിൽ അത് നമ്മളിവിടെ ചോദിക്കുന്നില്ല. നമ്മൾ അതിനെപ്പറ്റി പറയാനല്ല, നമ്മളിവിടെ ഇരിക്കണം അതിനെപ്പറ്റി പറയാനല്ല. എങ്ങനെ നേരെ ഇരിക്കാം. നിങ്ങളിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര ശതമാനം കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞു? 150. അതെ, അപ്പൊ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹത്തിലും കള്ളത്തരം ആണ്. അല്ല അല്ല, അത് നമ്മളോട് എടുക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ 150% കള്ളത്തരമാണെങ്കിൽ അവരുടെ സ്നേഹത്തിലും കള്ളത്തരമല്ലേ? എനിക്കറിയില്ല. അല്ല, അറിയത്തില്ല. കാരണം കള്ളത്തരമല്ല, കള്ളനാണല്ല. കള്ളനെ സംബന്ധിച്ചിടത്തോളം അവരോട് എനിക്ക് സ്നേഹം. അല്ല, ആയിക്കോട്ടെ. അല്ല, അതിനകത്ത് നമുക്കിവിടെ വിഷയമില്ല. നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ എന്താ പറയുന്നത്, ഭിത്തിയെ ചാരാതെ നേരെ ഇരിക്കാൻ പറഞ്ഞു, അല്ലേ? അവിടെ തൊട്ട് നിങ്ങൾ പണിയെടുക്കണം. ഇന്നലെ വന്നപ്പോഴത്തേക്കും നിങ്ങളെ കൊണ്ട്, നിങ്ങളുടെ പാത്രം മാത്രമല്ല ഞങ്ങളുടെ പാത്രവും നിങ്ങളെ കൊണ്ട് കഴിയിച്ചു. സാധാരണ ഇവിടെ വരുന്ന ആരെയും കൊണ്ട് അവരവരുടെ പാത്രം തന്നെ കഴുകാൻ താല്പര്യമുള്ളവരാണ്. ഞങ്ങൾ പാത്രം കഴുകും, അവരുടെയും പാത്രം കഴുകും. പക്ഷെ നിങ്ങളുടെ പാത്രമല്ല ഞങ്ങളുടെ പാത്രം കൂടി കഴിയിച്ചു. എന്താ കാരണം? അല്ല, നിങ്ങളുടെ പാത്രം കൂടി ഞങ്ങൾ കഴുകുകയോ ഇല്ല എന്നുള്ളതായിരുന്നു നിങ്ങളുടെ താല്പര്യം. നിങ്ങൾ മടിയനാണെങ്കിൽ നിങ്ങൾ കള്ളനാണ്. മടിയന്മാർ കള്ളന്മാരാകും. അവർക്ക് എല്ലാത്തരം രോഗവും വരും. അത് വരാതിരിക്കാൻ പറ്റത്തില്ല. മടി അലസതയുടെ ഭാഗത്തു നിന്നാണ് ശരീരം ദുർബലമാകുന്നത്. അപ്പം നിങ്ങൾക്ക് പലരോടും നിങ്ങൾക്ക് താല്പര്യമൊക്കെ തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം നിങ്ങളുമായിട്ട് നേരിട്ടൊരു ബന്ധമില്ലല്ലോ. അവരെ സ്നേഹിക്കുന്നതിന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. ഐശ്വര്യ റോയിയെ നിങ്ങൾ പൊന്നുപോലെ നോക്കും. കാരണം കൈകൊണ്ട് തൊടാനും പറ്റിയിട്ടില്ല, അടുത്ത് കിട്ടിയിട്ടില്ല. അകലെ നിൽക്കുന്ന അമ്പിളിമാവനോട് നമുക്ക് ഒരുപാട് പ്രണയം ഉണ്ടാകും. അടുത്ത് നിൽക്കുന്ന ആളോട് പ്രണയം, അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. അതിനെ കൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. നിങ്ങളുടെ ശരീരത്തിൽ പോലും നിങ്ങൾക്ക് നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. സ്വന്തം ശരീരത്തിൽ പോലും പ്രണയമില്ലാത്ത ആളാണ് മറ്റൊരാളെ പ്രണയിക്കണം എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം നേരെ ഇരിക്കാൻ പറ്റില്ല. ഞാനതല്ലല്ലോ ഞാൻ പറഞ്ഞത്. അവരെ സ്നേഹിക്കണം എന്ന് പറയുന്നത് താങ്കൾക്ക് പറ്റുമോ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. എനിക്ക് പറ്റുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് പച്ചക്ക് വിശദീകരിച്ച് പറയുക. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നിലയില് ഒരു ഇത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അങ്ങനെ വെച്ചോണ്ട് അവരെ സ്നേഹിക്കാൻ കഴിയും. അതെ, ഞാൻ ആരോട് സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. സ്നേഹം കുറവൊന്നുമില്ല. സഹകരിക്കാൻ നിങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വന്ന്, അല്ലെങ്കിൽ ഞങ്ങള് തിരുവനന്തപുരം വരെ നിങ്ങളുടെ വീട്ടിൽ വന്ന് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മള് രണ്ടു കൂട്ടക്കാരും ഒരു നീക്കുപോക്ക് അവിടെ ഉണ്ടാകില്ലേ? വന്നു കേട്ടാ. അല്ലാണ്ട് വെറുതെ ഷിബുവിന്റെ വീട്ടിലോട്ട് വരുക, വെറുതെ ഷിബു ഇങ്ങോട്ടും വരുക ഇല്ലല്ലോ. മാനസിക തലത്തിരിക്കുന്ന ഏത് തരത്തിലായിക്കോട്ടെ, നിങ്ങൾ മാനസിക തലത്തിലായിക്കോട്ടെ, പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ തക്കതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടല്ലേ? അല്ലേ? ആണല്ലോ. അതിനുണ്ടെങ്കിൽ ആരുമായിട്ട് നമുക്ക് സംസാരിക്കാം, ആരുമായിട്ട് സംസാരിക്കാം. ആരുമായിട്ട് എങ്ങനെ സംസാരിക്കുന്നത്? അവര് സാമൂഹികമായിട്ടൊരു പശ്ചാത്തലത്തിലൂടെ നിൽക്കുന്ന ഏത് പശ്ചാത്തലത്തിലാണെങ്കിൽ സ്വന്തം ജീവിതം രോഗത്തിനും അഴിമതിക്കും നാശത്തിനും വിട്ടുകൊടുക്കാനുള്ള താല്പര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കണോ? സത്യത്തോട് കള്ളന്റെ കൂട്ടത്തിൽ ഞാൻ പോണോ, അതോ സത്യന്റെ കൂട്ടത്തിൽ ഞാൻ പോണോ? ആരുടെ കൂട്ടത്തിൽ പോണം? സത്യസന്ധയുടെ മാർഗത്തിൽ പോണോ, അതോ അഴിമതിയുടെ മാർഗത്തിൽ പോണോ? സ്വസ്ഥതയുടെ ഭാഗത്ത് പോണോ, അതോ അസ്വസ്ഥതയുടെ ഭാഗത്ത് പോണോ? അവരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും. ഞാൻ ആരെയും ഉപേക്ഷിച്ച ഞാൻ പറഞ്ഞില്ല. ഞാൻ എനിക്ക് പറ്റാത്ത ഭാഗത്ത് ഞാൻ ആരെയും ഉപേക്ഷിച്ചെന്ന് പറഞ്ഞില്ല. എനിക്ക് പറ്റുന്നില്ലെന്ന് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്ന സൗകര്യം ഉണ്ടാക്കി തന്നെടുത്ത് ഞാൻ നിൽക്കുന്നു.
എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ലാത്ത ഭാഗത്ത് കൂടുതൽ എന്നെ വേദപ്രയാസപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗത്തോട്ട് ഞാൻ പോയില്ല. അത്രേ ഞാൻ ചെയ്തുള്ളൂ. എനിക്ക് പറ്റുന്നില്ല. സത്യത്തോടെ തുറന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാ പറഞ്ഞത് എൻ്റെ ഭാര്യയോട്. യേശുക്രിസ്തു എന്ന് പറഞ്ഞൊരു മൈരനെ ഞാൻ എടുക്കുന്നില്ല. കാരണം ഈ മൈരൻ കാരണമാണ് ലോകത്തിൽ ഒരുപാട് കുടുംബജീവിതം തകരുന്നത്. ഒരൊറ്റ കക്ഷി കാരണം, ഈ യേശുക്രിസ്തു എന്ന് പറഞ്ഞ ഒരൊറ്റ മൈരൻ കാരണം ഒരുപാട് കുടുംബം. ഞാൻ ഈ മൈരനെന്ന് എടുത്തു പറയണത് ഈ മൈരനെന്ന് എടുത്തു പറയണത് അഭിമാനത്തോടുകൂടിയാണ്, മനസ്സിലാക്കാനാണ്. കാരണം ഒരു കഥയിലില്ല ഈ കഥയിൽ. ഒരുപാട് കുടുംബജീവിതങ്ങൾ തകരുകയാണ്. അദ്ദേഹം പറഞ്ഞത് അവർ ചെയ്യുന്നത് എന്തോ അവർ അറിയുന്നില്ല എന്ന് പറയുന്നു. അല്ല, അങ്ങനെയല്ല. ഇദ്ദേഹം ചെയ്തെന്താന്ന് ഇദ്ദേഹത്തിന് അറിഞ്ഞില്ല. മനസ്സിലായ? ഒരു വിട്ടിത്തരാണ് ചെയ്തത്. മനസ്സിലായ? കാരണം അവര് എന്നെ കുരിശേ തറക്കൊന്നും ആ കുരിശേ തറച്ച് ഞാൻ ചാവുമെന്നും അറിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അതിനകത്തുനിന്ന് രക്ഷപ്പെടുകയായിരുന്നു വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരെല്ലാരും രക്ഷപ്പെട്ടായിരുന്നു. ഇദ്ദേഹം ഒരാള് ഒരു അക്രമവാസനയും വഞ്ചനയും ചതിയുള്ള ആൾക്കാരുടെ അടുത്ത് പെട്ടുപോയി. അത് തന്നെയാണ് എല്ലാവരും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ക്രിസ്ത്യാനികളും ചതിയന്മാരുടെ കൂടാരത്തിൽ പോയി പെട്ടുപോയിരുന്നു. അദ്ദേഹം ഒരാള് ആ ഭാഗത്തു നിന്ന് കരകയറിയിരുന്നെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും രക്ഷപ്പെട്ടായിരുന്നു. പീഡനങ്ങൾ സഹിച്ച് കുരിശത്തുനിന്ന് മരിച്ച് ക്രിസ്ത്യാനി മുഴുവൻ ഇത് തന്നെ സഹിച്ചുകൊണ്ടിരുന്നത്. ഒറ്റ ക്രിസ്ത്യാനി പോലും ഒരു പീഡനത്തിൽ നിന്ന് ഒരു കരകയറാനുള്ള ഒരു സംവിധാനം ഒരു ക്രിസ്ത്യാനിയുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് അങ്ങേര് മൈരനാണെന്ന് പറഞ്ഞത്. വഴി ആർക്കും തുറന്നു കൊടുത്തില്ല. നിങ്ങൾ ചത്തതിന് ശേഷം സ്വർഗത്തിൽ എൻ്റെ പിതാവ് ആരും കണ്ടിട്ടില്ല. ഇവിടെയുള്ള പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ സമാധാനം ഉണ്ടാകില്ല. അല്ല, ഞാൻ ചോദിച്ചത് എന്താന്ന് പറഞ്ഞാല് അവര് ചെയ്യുന്നതെന്തോ അവരറിയുന്നില്ല. പക്ഷെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. അത് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അപ്പൊ ഇവര് ചെയ്യുന്ന അറിയാത്ത ആൾക്കാരുടെ വിട്ടിത്തരത്തിന് കൂട്ടു നിൽക്കണം. അവിടെ ഞാൻ ചെയ്യുന്ന എന്താണ് എനിക്കറിയാമെങ്കിൽ അവര് ചെയ്യുന്ന അറിയാത്ത ഭാഗത്ത് ഞാൻ പോയി നിന്നു കൊടുക്കുന്നത് എന്തിനാണ്? അവര് ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല. അപ്പൊ അവരറിയാത്തത് എന്റെ ഭാഗത്ത് ഞാൻ നിന്നു കൊടുക്കുന്നത് അറിയുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് പെട്ടു. അവര് ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ലെങ്കിൽ ഞാൻ ആ കെണിയിൽ പോയി വീഴേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കറിയാമല്ല അവര് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത്. ആയതുകൊണ്ട് അവരെ കൊണ്ട് സ്നേഹം കൊതിക്കുന്നവരല്ലേ. അതെ, അതുകൊണ്ട് അവരെ കൊണ്ട് പാവം ചെയ്യിപ്പിക്കും. അതുകൊണ്ട് അവരെ കൊണ്ട് എന്നെ കൊല്ലിക്കുമ്പോ അവര് പാവമല്ലേ ചെയ്തത്? അത് സ്നേഹത്തിന്റെ കൊതി കൊണ്ടാണ്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുകൊണ്ട് സഫർ ചെയ്യണം. സ്നേഹത്തിന്റെ കൊതിയുടെ പേരും പറഞ്ഞ് എല്ലാവരും സ്നേഹം കൊതിക്കുന്നവരല്ല. കൊതിക്കുന്നവരാകുന്ന കൊതിക്കാനല്ലേ പറ്റുള്ളൂ. കൊടുത്തില്ലല്ലോ സ്നേഹം. സ്നേഹം കൊടുത്താൽ പോരായിരുന്നു. അവർക്ക് അറിയില്ലല്ലോ. അവർക്ക് അറിയാത്ത കാര്യം. അപ്പൊ സ്നേഹം അറിയാവുന്നവർ ജീവിച്ചിരിക്കല്ലേ വേണ്ടത്? ജീവിച്ചിരിക്കല്ലേ വേണ്ടത്? ചത്തുപോയപ്പോ ഇനി ആരുണ്ട്? ചത്തുപോയപ്പോ ആരുണ്ട്? സ്നേഹം അറിയാവുന്നവൻ ചത്തും പോയി. സ്നേഹം അറിയാത്തവന്റെ പ്രവർത്തനം മൂലം. സ്നേഹം അറിയാത്തവർക്ക് സ്നേഹം അറിഞ്ഞൂടല്ലോ. അവര് സ്നേഹത്തിന് കൊതിച്ചോണ്ടിരിക്കുക. അതെ, അപ്പൊ സ്നേഹം അറിയാവുന്നവൻ എന്ത് ചെയ്യണമായിരുന്നു? സ്നേഹത്തെ കാത്തു സൂക്ഷിക്കണമായിരുന്നു. എന്നിട്ട് സ്നേഹം അറിയാത്തവന് അതറിയാൻ അവസരം ഉണ്ടാക്കണമായിരുന്നു. അതാണ് വിവേകത്തിന്റെ ലക്ഷണം. ഇപ്പോഴും എനിക്ക് ഞാൻ അവരെ ഭാഗത്താണ്. അല്ല, അവർക്ക് സ്നേഹം വേണം. അവർക്ക് സ്നേഹം വേണം. സ്നേഹം എന്താണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. സ്നേഹത്തിലാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അവര് സ്നേഹത്തിന് യാചിക്കുന്നവരാണല്ലോ. അപ്പൊ അവര് നേരത്തെ പറഞ്ഞ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ ഉപേക്ഷിച്ചായിട്ട് പറഞ്ഞോ? ഞാൻ ആരെങ്കിലും ഉപേക്ഷിച്ചതായിട്ട് പറഞ്ഞോ? എന്റെ കയ്യില് ഞാൻ ആരെങ്കിലും ഒരു വ്യക്തിയെ തള്ളിക്കളഞ്ഞെന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ഞാൻ ചെയ്തില്ല. യേശുക്രിസ്തുവാണ് ചെയ്തത്. യേശുക്രിസ്തു സർവ്വ പട്ടാളക്കാരെയും ആ സമൂഹത്തെ കംപ്ലീറ്റ് തള്ളിക്കളയണത് മരിച്ചതോടുകൂടി. കാരണം മരിക്കാതെ സ്നേഹത്തിൽ നിലനിന്നിരുന്നെങ്കിൽ അത്രയും വലിയൊരു തള്ളിക്കളഞ്ഞു. നേരത്തെ വണ്ടി ഒഴിച്ച് ഇവിടെ വന്ന ഡോക്ടർ ഉൾപ്പെടെ വന്നത് അവരുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ ആ സ്നേഹത്തിന്റെ ഭാഗത്തിന് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. കാരണം എനിക്കവിടെ പറ്റുന്ന രീതിയിൽ എനിക്കത് സ്നേഹം പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് സ്നേഹത്തിൽ ജീവിച്ചിരിക്കണം. ഞാൻ സ്നേഹത്തിൽ ജീവിച്ചിരിക്കുന്ന മാർഗത്തിൽ പോയാൽ മാത്രമേ അവർക്ക്
ദോഷം ചെയ്യാതിരിക്കത്തുള്ളൂ. ആ ബോധപൂർവമാണ് ഞാൻ ചെയ്തത്. തൻ്റെ യേശുക്രിസ്തു ചെയ്ത വിഡ്ഢിത്തരം ഞാൻ ചെയ്തില്ല. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, ഞാൻ അറിയുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് എന്തെന്ന്. മനസ്സിലായി? അവരപ്പം അത് ചെയ്തിരുന്നെങ്കിൽ അവർ എന്നും ദുഃഖിച്ചിരുന്നു. കാരണം അവർക്ക് ഒരു പരിഹാരവും കിട്ടത്തില്ല. എൻ്റെ കയ്യിൽ കുറച്ച് സ്വത്ത്, ഇനി പ്ലാനിൻ്റെ കാര്യം വേറൊന്നുമല്ല. ഞാൻ ഗൃഹനാഥനാണ്, എൻ്റെ ഭാഗത്തിരിക്കുന്ന സ്വത്ത്, ഞാൻ മാനസിക രോഗിയാണെങ്കിൽ പിന്നെ അടുത്ത അവകാശം ഭാര്യയാണ്, ഓട്ടോമാറ്റിക്കാണ്. അപ്പം ഞാനൊരു മെൻ്റൽ രോഗിയാണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി അവർക്ക്. അതിനുവേണ്ടി മാത്രം ചെയ്തതാണ്. അത് കുറേ നാളുകളായിട്ട് അതിനുവേണ്ടിയുള്ള പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്രയേ ഉള്ളൂ, അത് വേറെ ഒന്നുമില്ല. അത് മുഴുവൻ അനുഭവിച്ചോട്ടെ. ഞാനതൊന്നും ഒരു സ്വത്ത് ന്യായ പൈസ അവിടെ നിന്ന് അവരെൻ്റെ ഇവിടെ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതെല്ലാം സ്വന്തമാക്കണം, എൻ്റെ പേരിലാക്കണം. അതാരോ അവളുടെ സഹോദരങ്ങൾ തന്നെ. അവളുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഒരു മൈസൂരിൽ ഒരു മൈക്കിൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ മൈക്കിള് അവിടെ മൈസൂർ കുറച്ചൊരു 10-14 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇത് വാങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും സഹോദരങ്ങൾ എല്ലാവരും കൂടി കൊടുത്തൊരു പൈസ കൊണ്ട് വാങ്ങിയാണ്. എന്നിട്ട് ഇങ്ങനെ അവരെല്ലാം ചവിട്ടി പുറത്താക്കി ഇത് മൊത്തം സ്വന്തമാക്കി. അതാണ് ഇവരുടെ പാരമ്പര്യം. അങ്ങനെയാണ് എൻ്റെ ഭാര്യയെ ഉപദേശിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് എൻ്റെ ഭാര്യ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരട്ടെ, അവരെല്ലാവരും അങ്ങനെയാണ്. സഹോദരൻ ഇപ്പൊ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചുപോയി, ഷാജി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടുന്ന് പോയി. പക്ഷേ അവൻ പുകഞ്ഞോളി പുറത്ത്, അവനിങ്ങി ഇവിടെ ഒന്നുമില്ല. ഈ സ്വത്തുക്കളാണ് ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹം. എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? ഇവർക്കെല്ലാം സ്വത്ത് കിട്ടിയാൽ മതി, സ്വസ്ഥതയല്ല. അങ്ങനെയാണ് മനുഷ്യരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇത് മതവിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംഭവിക്കുന്നതാണ്. മനസ്സിലായി? സ്വത്തുക്കളാണ് എന്നാലും അവരോട് സ്നേഹമാണ് എനിക്ക്. അല്ല, നിങ്ങളുടെ സ്നേഹം, നിങ്ങൾക്ക് എന്തോ മാനസിക രോഗമുണ്ട്. കാരണം നിങ്ങൾ ഇടക്കിടക്ക് എന്നാലും എനിക്ക് അവരോട് സ്നേഹമാണ്. നമ്മളാരും ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് നമ്മളാരും പരിശോധിക്കുന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള കാരണങ്ങളും വേണം വിശദീകരിക്കാം. ഇപ്പം ഇടക്കിടക്ക് മറ്റേ അതിലൊന്ന് എനിക്ക് മറ്റേ മന്ത്രിസഭയിൽ നിന്ന് ഉറങ്ങുന്ന ഒരാൾ അതിലൊന്ന് ഞങ്ങൾക്ക് എന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിച്ച് അതിലൊന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞ പോലെ എന്നാലും എനിക്ക് സ്നേഹമാണെന്ന് ഇടക്കിടക്ക് പറയണതിന് പോലെ അതിന്റെ കാരണങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം അവരങ്ങനെയാണ് അതിജീവനത്തിന് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരെ സെറ്റ് ചെയ്തിരിക്കുന്നത്, അവരെ ഉണർത്തിയിരിക്കുന്നത് അതിജീവനത്തിന് വേണ്ടി അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് പ്രകൃതി തന്നെ അതിജീവനത്തിന് വേണ്ടി അവരെ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് അവരുടെ പ്രവൃത്തി ഇപ്പം എന്റെ വസ്തു, എന്റെ സ്വന്തം സ്ഥലം സ്വന്തമാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രകൃതിപരമായിട്ടുള്ള, എനിക്ക് മാക്സിമം എന്റെ മക്കൾക്ക് കൊടുക്കുക, അങ്ങനെയാണ് പ്രകൃതിയെ തന്നെ അവരെ സെറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. പ്രകൃതി തന്നെ സെറ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന സംഭവത്തില് അവര് ഇതിലൂടെ സ്നേഹം കിട്ടുമെന്നാണ് അവര് നോക്കുന്നത്. ഇതിലൂടെ ഇത് ഇങ്ങനെ ഇതിലൂടെ സ്നേഹം കിട്ടുമെന്നാണ് അവര് നോക്കുന്നത്. അപ്പൊ അവർക്ക് സ്നേഹം ഇല്ലല്ലേ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ് നേരത്തെ. അപ്പൊ നിങ്ങളുടെ വാക്കുകളിൽ തന്നെ അഴിമതിയുണ്ട്. അല്ല, ഇപ്പൊ നിങ്ങൾ പറയുന്ന വാക്കുകൾ സുഹൃത്തെ, നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ അവര് സ്നേഹത്തിലാണ് വന്നതെന്ന്, സ്നേഹം കിട്ടുമെന്ന് ഇപ്പൊ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞത് എന്താണ്? ഇതിലൂടെ സ്നേഹം കിട്ടും എന്ന് നോക്കുന്നു പറഞ്ഞപ്പോ അവരുടെ സ്നേഹം ഇല്ലെന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ? ആണ്. അപ്പൊ നിങ്ങൾ വാക്കുകൾ ഒന്നും കൂടി ഒന്ന് ബാക്കിലോട്ട് പോയി പരിശോധിച്ചേ. അവര് സ്നേഹത്തിലാണ് വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോകാൻ നോക്കിയെന്ന് പറയാം. അല്ല, സ്നേഹത്തിന്റെ കൊതിയിലാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ തിരുത്തി. ഓഹോ, സന്തോഷം. കൊതി മാത്രമേ ഉള്ളൂ. ഓക്കെ, കറക്റ്റാണ്. കൊതി മാത്രമേ ഉള്ളൂ. നടപ്പിലാക്കാനുള്ള വഴി അറിയത്തില്ല. അപ്പൊ നടപ്പിലാക്കാനുള്ള വഴി അറിയാൻ പാടില്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി പരിശോധിക്കണ്ടേ? വേണ്ടേ? വേണ? നിനക്ക് സംസാരിക്കാനായിട്ട് എന്തേ പറ്റാത്തത്? അല്ല, പരിശോധിക്കാന്ന് പറയുന്നത് കാലാകാലങ്ങളായി അവരങ്ങനെയാണല്ലോ സുഹൃത്തെ. കാലാകാലങ്ങളായിട്ട് അവരങ്ങനെയാണെന്ന് പറയുമ്പോ നിങ്ങൾ വെറും ഇരട്ടത്തപ്പം അല്ലേ? അല്ലേ? നിങ്ങൾ വളരെ വാദം ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തടി തപ്പുകയല്ലേ? ഇപ്പൊ നിങ്ങൾ ഫ്രോഡ് എന്നുള്ളതിന്റെ കുറച്ചും കൂടി തെളിയിക്കുകയാണ്. നിങ്ങൾ ഫ്രോഡാണ്, 150 അല്ല 200% ഫ്രോഡാണെന്നുള്ളത് കാര്യം നിങ്ങൾ കുറച്ചും കൂടി ബോധ്യപ്പെടുത്തുകയാണ്. ആയിക്കോട്ടെ, അല്ല ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവരിൽ ഒരാളായിട്ടാണ് തുടരണമെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞാന് അവരിലുള്ള ആളാണ്.
ഞാനിവിടെ വന്നത് അവരെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നെന്നാ ചോദിച്ചത്? അവരെനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നു. അല്ല, അതുകൊണ്ട് ഇവിടെ അവരുടെ അടുത്തല്ലേ പോകേണ്ടത്? അങ്ങനെ അവരുടെ അടുത്തല്ലേ പോകേണ്ടത്? അല്ല, അവരുടെ ഇവിടെ അല്ലല്ലോ അവരെ മനസ്സിലാവുന്നു. അവരെ കൂടെ ജീവിക്കണേ ഇവിടെ വരണം. അവരെ കൂടെ ജീവിക്കണം. അതെന്താ കാര്യം? അവരുടെ കൂടെ ജീവിക്കാൻ ഇവിടെ വരണം എന്തിനാ? അവരുടെ കൂടെ ജീവിക്കാൻ ഇവിടെ വരണം എന്തിനാണ്? അവര് സ്നേഹത്തിന് വേണ്ടിയാണ് വണ്ടി കൊണ്ടിവിടെ വന്നത്. സ്നേഹിച്ചുകൊണ്ടല്ല വന്നത്. അല്ല, സ്നേഹിച്ചുകൊണ്ടല്ല വന്നത്, വണ്ടിയിലാണ് വന്നത്. അതെ, സ്നേഹത്തിന് വേണ്ടിയാണ് വന്നത്. സ്നേഹത്തിന് വേണ്ടിയാ വന്നത്. ഓക്കെ, ഇനി അടുത്ത പറയും. അവരെ സ്നേഹം ഇല്ലല്ലോ. സ്നേഹമില്ലല്ലോ, അവര് അന്തരല്ലേ? അതെ, അന്തരാണ്. അപ്പൊ നമുക്ക് സ്നേഹമല്ലേ വേണ്ടത്? ആണ്, സ്നേഹമാണ് വേണ്ടത്. അപ്പൊ സ്നേഹമാണ് വേണ്ടത്. അപ്പൊ സ്നേഹം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാല് അതെനിക്കറിയില്ല. അറിയില്ല. അവരുടെ കൂട്ടത്തിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം അറിയില്ല. പണിയെടുക്കണം. ഞാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് വന്നേ. ആയിക്കോട്ടെ, നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് വരാൻ കാരണം എന്താണ്? അവരുടെ കൂട്ടത്തില് സ്നേഹമില്ല. അവരുടെ കൂട്ടത്തിൽ സ്നേഹമില്ല. ഓക്കെ, അവരുടെ കൂട്ടത്തിൽ സ്നേഹമില്ലാത്തോണ്ട് അവിടെ അവരും ഞാനും ഒരേ ദുഃഖിതരാണ്. കാരണം നമ്മുടെ ദുഃഖം മാറ്റണം. അതെ, അപ്പൊ ദുഃഖം മാറ്റേണ്ട. ഞാൻ ദുഃഖം മാറ്റിയിട്ട് അവരെ ഉപേക്ഷിക്കണമെന്നാണ്. അതിൽ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നിങ്ങൾ എഴുതാപ്പുറം വായിക്കാതെ നമ്മളിവിടെ വളരെ സാവകാശം പോകുകയും നിങ്ങൾക്ക് സ്നേഹം വേണം, ദുഃഖം മാറ്റണം. അപ്പൊ നമ്മുടെ അടുത്ത് വരാൻ കാരണം എന്താണ്? നമ്മളിൽ ദുഃഖമുള്ളത് കൊണ്ടാണ് വന്നത്. അല്ല, സ്നേഹമുള്ളത്. ദുഃഖമുണ്ടോ? ദുഃഖമില്ല. ഇല്ല. ഓക്കെ, അപ്പൊ ദുഃഖമില്ലാതെ ആക്കാൻ നമ്മൾ എന്ത് ചെയ്തു? പണിയെടുത്തു. അപ്പൊ പണിയെടുക്കാത്ത കുറെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പോകണം. പക്ഷെ പണിയെടുക്കാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം ദുഃഖം വരുന്നു. ദുഃഖമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് വന്നപ്പോൾ എന്ത് ചെയ്യണം? പണിയെടുക്കണം. എന്നിട്ട് അവരെ ഉപേക്ഷിക്കണം. വേണ്ട, ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല. പണിയെടുത്തു കഴിഞ്ഞാല് അവരെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. പറഞ്ഞില്ല, നിങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യം പറഞ്ഞില്ല. നിങ്ങൾ എഴുതാപ്പണം. നിങ്ങൾ ഉടനെ ചാടുകണിയുണ്ട്. നമ്മൾ നടന്നു പോയി. നിങ്ങൾ പണിയെടുക്കാനേ പറഞ്ഞു. പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദുഃഖം മാറ്റാനുള്ള വഴി കാണാൻ പറ്റും. ദുഃഖം മാറ്റാനുള്ള വഴി കാണാം. അങ്ങനെ നിങ്ങൾ ദുഃഖം മാറ്റാൻ നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ അവരും പണിയെടുക്കാൻ തയ്യാറായാൽ അവരുടെ ദുഃഖം മാറ്റില്ല. അവര് പണിയെടുത്തില്ലേ എനിക്ക് അവരെ ഇഷ്ടം. നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണോ ഇല്ലെന്നുള്ള ഭാഗമൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊന്നും നമ്മളാരും ചർച്ചയിൽ പോലും എടുത്തില്ല. നിങ്ങളുടെ ഇഷ്ടമൊന്നും ഇവിടെ തെറ്റില്ല. നിങ്ങളിവിടെ വന്നത് എന്തിനാണ്? നിങ്ങളുടെ ദുഃഖം മാറ്റാനാണ്. ദുഃഖം മാറ്റാൻ ഇവിടെ എന്താ ചെയ്യണം? പണിയെടുക്കണം. അപ്പൊ നിങ്ങൾ പണിയെടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ പോയിക്കോ. നമ്മുടെ ജോലി ഇതാണ്. നിങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം എങ്ങനെ ദുഃഖം മാറ്റി സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ള ഭാഗമാണ് നിങ്ങളുടെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരവാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ അതിനുശേഷം ആരെ ഇഷ്ടപ്പെടുന്നു, ആരോടെ കഴിയുന്നു നമ്മുടെ വിഷയമല്ല. നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു, നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ഇതൊന്നുമല്ല. നമ്മൾക്ക് ദുഃഖ നിവാരണത്തിന് എന്തു ചെയ്തു, ഇത് മാത്രമാണ് നിങ്ങൾ നമ്മളോട് ചോദിച്ചത്. അതിൻ്റെ മറുപടിയാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ചെയ്ത് നട്ടല് നിവർത്തി ഇരിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമേ നിങ്ങളോട് നമ്മൾ പറഞ്ഞുള്ളൂ. നിങ്ങളോട് സംസാരിച്ച കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സാവകാശം ചവിട്ടി പുറത്താക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അവരെ പോലെ അതെ, ഒരു സംശയം അവരെ പോലെ ഒരു സംശയമില്ല. മനസ്സിലായ? ഒരു സംശയമില്ല. നിങ്ങൾ ചവിട്ടി പുറത്താക്കും. കാരണം ഇവിടെ വേലെടുക്കാത്തവര് നമ്മുടെ കൂട്ടത്തില് പറ്റത്തില്ല, നടക്കത്തില്ല. കാരണം എന്താ? എങ്ങനെയാ ചവിട്ടി പുറത്താക്കുന്നത്? നമ്മൾ കാലുകൊണ്ട് ചവിട്ടിയൊന്നും വേണ്ട. കാരണം ഇവിടെ പണിയെടുക്കുന്നവരുടെ കൂട്ടത്തില് നിങ്ങൾക്ക് നമ്മൾ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാകില്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെയുള്ള ജോലി മുഴുവൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നാലേ നിങ്ങൾക്ക് കഞ്ഞി കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ തന്നെത്താൻ നിങ്ങളുടെ നടു വളയും. ഞങ്ങളെല്ലാവരും വെറുതെ ഇരിക്കും. അപ്പൊ തന്നെത്താൻ നിങ്ങൾ നടു വളഞ്ഞ് പുറത്താകും. അപ്പൊ അവരെ പോലെ തന്നെ നിങ്ങളും അത് നിങ്ങൾ കണ്ടെത്തണം. ഞങ്ങൾ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. നിങ്ങൾ അവരെ പോലെയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുഴപ്പമില്ല. ഞങ്ങൾ എന്താണോ ഞങ്ങൾ അതാണ്. നിങ്ങളുടെ വ്യാഖ്യാനത്തിനനുസരിച്ച് ഞങ്ങൾ അതിൻ്റെ കൂടെ ഓടുന്നില്ല.
നിങ്ങൾ കണ്ട് ഞങ്ങൾ ദുഃഖമില്ലാത്തവരാണ്, ദുഃഖമില്ലാണ്ടിരിക്കാൻ ഞങ്ങൾ പണിയെടുക്കുന്ന ഭാഗത്താണ്. നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഒപ്പം ഇരിക്കാൻ പറ്റും, പണിയെടുക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഇരിക്കാൻ പറ്റത്തില്ല. ആ കാര്യം 100%. അവരെ പോലെയാണോ ഇവരെ പോലെയാണോ എന്നുള്ളതൊക്കെ അത് നിങ്ങളുടെ വിഷയം. ഞങ്ങൾ ഞങ്ങളെപ്പോലെയാണ്, ഞാൻ എന്നെപ്പോലെയാണ്, അവളെ പോലെയാണ്. ഈ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതേ ഡയലോഗ് തന്നെ ഇപ്പം ഷിബു ചിരിച്ചുകൊണ്ടാണ് ഷിബു സംസാരിക്കുന്നത്. ചില ആൾക്കാർ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കും, അത്രയേ ഉള്ളൂ. ഇതേ കാര്യത്തിൽ ചിലർ ദേഷ്യപ്പെട്ട്, ചിലർ കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ബഹളം വെച്ച് അങ്ങനെയും സംസാരിക്കും. എല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെ. ഷിബു ചിരിച്ചുകൊണ്ട് ചെയ്യുന്നു. വേറെ ചില ആൾക്കാർ വെച്ച് ദേഷ്യപ്പെടും, അത് അടിക്കാനും എന്ത് തോന്നിയ സട പറയണത് വൃത്തികെട്ടവനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അവരങ്ങനെ ചെയ്യും. അല്ല, അങ്ങനെയാണ് അതെ. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒരു അകലം പാലിക്കും. മനസ്സിലായി? ഒരു അകലം പാലിക്കും. അതെ, നമ്മൾ അറിയുന്നുണ്ട്. നമ്മളതുകൊണ്ട് അകലം പാലിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്കറിയാം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അവര് പാവമാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അവര് പാവമാകാൻ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ പ്രവൃത്തിയല്ലേ? അവര് പാവമാകാൻ ചെയ്യുന്ന പ്രവൃത്തി അവരുടേതല്ലേ? എന്റെ പ്രവൃത്തി. സ്നേഹത്തിന് വേണ്ടി എത്രമാത്രം കൊതിക്കുന്നു എന്നുള്ളത് ഒരു നമ്മളെക്കാട്ടിയും അവര് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ്. കൊതിക്കുന്നതല്ലേ ഉള്ളു. അല്ല, പണിയെടുത്ത് ആ കൊതി മാറ്റി അനുഭവിക്കാൻ അവർ തയ്യാറല്ലല്ലോ. അവർ കൊതിച്ചുകൊണ്ടിരിക്കല്ലേ. പണിയെടുത്ത് അത് സാക്ഷാത്കരിക്കാൻ അവർ തയ്യാറല്ലാത്ത നമ്മളെന്ത് ചെയ്യാനാ? ഷിബുവിനെ പറഞ്ഞു, അവർ കൊതിക്കുന്നവരല്ലേ. അവർ കൊതിച്ചുകൊണ്ടിരിക്കുന്നു, അത്രേ അവർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അത് നടപ്പിലാക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നേടാം. എന്നാലും അവർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇത് ഒരുതരം മാനസിക രോഗത്തിന്റെ ലക്ഷണമാണ്. ഇടക്കിടക്ക് എന്നാലും എനിക്ക് നമ്മളാരുകൊണ്ട് അവരെ ഇഷ്ടപ്പെട്ടിരുന്നു പറഞ്ഞത് നിങ്ങൾക്ക് തോന്നുകയും, മനസ്സിലായി? ഇങ്ങേർക്ക് ഉള്ളിൽ തോന്നിയ നമ്മൾ അവരോട് ഇഷ്ടപ്പെടണ്ട എന്ന് ഇദ്ദേഹത്തോട് പറയുന്നിട്ട് ഇദ്ദേഹത്തിന് തോന്നിയ ഇത് ഒരുതരം മാനസിക രോഗം, പണിയെടുക്കാത്ത മടിയന്റെ ലക്ഷണമാണ്. അല്ല, പണിയെടുക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് വീണ്ടും വീണ്ടും പുള്ളി ഉറപ്പിക്കുക, എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്ത് പുള്ളിക്ക് സ്നേഹം പുള്ളി അനുഭവിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് എനിക്ക് അവരെ ഇഷ്ടമാണ്, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ഭാഗം അതിനെ പുള്ളി തയ്യാറല്ല. മനസ്സിലായ? അതിന് പുള്ളി പറ്റത്തില്ലെന്ന് പുള്ളി വിളിച്ചു പറയുക. അങ്ങനെയുള്ളവർ നമ്മുടെ വൃത്തിയിൽ ഇരിക്കത്തില്ല, ഒരു സംശയം വേണ്ട. നമ്മളൊന്നും ചെയ്യണ്ട, അവർ തനിയെ ഇറങ്ങിപ്പോയിക്കൊള്ളൂ. കാരണം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ല, അങ്ങോട്ട് പോയിക്കൊള്ളൂ. കാരണം നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. നമ്മളെ ഇഷ്ടപ്പെടാൻ പുള്ളിക്ക് പറ്റത്തില്ല, കാരണം പണിയെടുക്കണം. നമ്മളെ ഇഷ്ടപ്പെടണം. നിങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, അവരെല്ലാം ഇഷ്ടപ്പെടേണ്ട. ആയിക്കോട്ടെ, നമുക്ക് എന്റെ ഇഷ്ടം കൊണ്ടൊന്നും നേടാനില്ല. ഇല്ല, നമ്മളൊന്നും നേടുന്ന കാര്യം പറഞ്ഞില്ല. നമ്മൾ നിങ്ങൾക്ക് ദുഃഖം മാറണം, നിങ്ങൾക്ക് നേടണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ദുഃഖം മാറണമെങ്കിൽ നിങ്ങൾ പണിയെടുക്കണം. പണിയെടുക്കാതെ അവരെ ഇഷ്ടപ്പെടാം, പക്ഷെ അവിടെ ദുഃഖം ഉണ്ടാവും. ഇവിടെ പണിയെടുത്താൽ ദുഃഖം ഉണ്ടാകില്ല, വ്യത്യാസമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ചോദിക്കാം, എടി നിന്നെ ഒന്ന് എനിക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പറ്റുമെന്ന് നേരിട്ട് ചോദിക്കാം. കൃത്യമായിട്ട് മറുപടിയും തരും. ഒരു കാരണവശാലും നിങ്ങൾ ആക്ഷേപിക്കുക, ബുദ്ധിമുട്ടിക്കുക ഒന്നും ചെയ്യത്തില്ല. അവരെ സമൂഹത്തിന് എതിരാണ് ഈ പറഞ്ഞത്. ഇതാണ് അവിടെ കേറ്റാത്തത്. അതെ, ഇവിടെ ചോദിക്കാം, പക്ഷെ അല്ല, അതല്ല പ്രശ്നം. ഇതെന്താണ് സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവരുന്നത് ചോദിച്ചാൽ ഇത് അവരുടെ സമൂഹത്തിന് എതിർപ്പാണ്. അതെ, ഉള്ള കാര്യം നമ്മുടെ ആഗ്രഹങ്ങളും സത്യസന്ധമായിട്ട് പറയാനായിട്ട് ഉള്ള അവസരങ്ങളില്ല. അതെ, ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് പച്ചക്ക് ചോദിക്കാം. അതാണ് പറഞ്ഞത്. എന്നോട് ചോദിച്ചില്ല,
ആക്ഷേപിക്കുക, പുച്ഛിക്കുക ഒന്നും ചെയ്യത്തില്ല. അത് അവൾ അതിന്റെ മറുപടി കൃത്യമായിട്ട് തരും. അതെ, അവരുടെ സമൂഹത്തില് അത് പറ്റത്തില്ല. അപ്പൊ ഷിബു മോശമാണെന്ന് പറഞ്ഞ് നടക്കത്തൊന്നുമില്ല. ഷിബു മോശമാണെന്ന് ആ ഭാഗം കൊണ്ട് ചോദിച്ചുകൊണ്ട് മോശം ആകത്തുമില്ല. മനസ്സിലായ? അതുകൊണ്ട് ഷിബുവിനെ മോശമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും അവരെ എനിക്ക് ഇഷ്ടമാണ്. ആയിക്കോട്ടെ, അത് നമുക്ക് ഏതായാലും ഇന്നത്തെ കറിക്ക് ആ ഭാഗം ചേർക്കുന്നില്ല. മനസ്സിലായ? അതൊന്നും നമ്മളുടെ സംസാരത്തിന്റെ ഭാഗത്തോട്ട് വരുന്നില്ല. ഇനി അത് വീണ്ടും പറയും തോറും നമ്മളത് ആദ്യമൊക്കെ നമ്മൾ കുറച്ചൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇനി അത് പറയും തോറും നമ്മൾ ഒരു തുള്ളിപ്പോലും എടുക്കാത്ത രീതിയിലോട്ട് ആകുകയും ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടെ എന്താണ്, ഇവിടെ പൂർണ്ണതയുള്ള സ്ത്രീയാണ് ഇരിക്കുന്നത്. അവൾക്കറിയാം അവളെ എങ്ങനെ നോക്കണമെന്ന്. ഞാൻ ഇടപെടത്തില്ല. മനസ്സിലായ? ഞാൻ ഇടപെടത്തില്ല. ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. കാരണം അവള് നോക്കുന്നുണ്ട്. അത് പറയണം. അത് പറയാനുള്ള കാരണം അവളോട് സഹകരിച്ചത് അങ്ങനെയാണ്. മനസ്സിലായി? ഞാൻ എൻ്റെ സഹകരണം അവളുടെ പ്രാപ്തിയുടെ ഭാഗത്തോട്ടാണ് എൻ്റെ സഹകരണം. അതുകൊണ്ട് എനിക്ക് പറയാൻ 100% ഉറപ്പാണ്. ഇന്നലെ ബോധം ഗ്രൂപ്പിൽ ഹരികൃഷ്ണൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ബഹളമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തെറി ഹരികൃഷ്ണൻ ഇന്നേവരെ പറഞ്ഞിട്ടില്ല. ഇന്നേവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തിരുവനന്തപുരംകാർ പരസ്പരം യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. കാരണം തിരുവനന്തപുരത്തുള്ള ഒരുപാട് പേര് ക്ലബ് ഹൗസിലുണ്ട്. പക്ഷെ ആരും തമ്മിൽ കണ്ടിട്ടില്ല. എന്തൊരു വൃത്തിയിട്ട മനുഷ്യൻ. ആദ്യം നമ്മൾ ചെയ്യണത് പരിചയമുണ്ടെങ്കിലും ഓക്കെ. ഇപ്പൊ ഞാൻ ചേർത്തല വന്നപ്പോൾ ഉടനെ ലാൽകൃഷ്ണ ബോധി ചേർത്തലക്കാരാണ്. ഉടനെ കണ്ട് പരിചയപ്പെട്ട ഒരു കാശുള്ള ചോദിച്ചാലോ? ഇല്ല. എന്തിനാ എന്തിനാ നാണം കെട്ട ചിന്തയാണ്. പക്ഷെ എന്തെങ്കിലും ചോദിച്ചാല് നിങ്ങളെ സമൂഹം അങ്ങനെയാ ചിന്തിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചാല് ഉണ്ടെങ്കിൽ കൊടുക്കുകയല്ലേ വേണ്ടത്. കൊടുക്കത്തില്ലെന്നുള്ള തീരുമാനം ഉണ്ടല്ലേ. ഉണ്ടെങ്കിൽ കൊടുക്കുകയല്ലേ വേണ്ടത്. അല്ല അപ്പൊ എന്റെ തീർന്നു പോകത്തില്ലേ? അതെ, അല്ലെങ്കിൽ ഇല്ല ഇല്ലെന്ന് പറയാം. കാരണം എനിക്ക് ആവശ്യത്തിനുള്ള ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം പ്രായോഗികമായിട്ട് ചെയ്യാൻ അറിയത്തില്ല. മനസ്സിലായോ? വെറുതെ ഇരുന്ന് കുത്തിയിരുന്ന് ആഗ്രഹങ്ങൾ മാത്രം പ്രകടിപ്പിക്കാൻ, നടപ്പിലാക്കാൻ അറിയത്തില്ല. തിരുവനന്തപുരക്കാരെല്ലാം ഇങ്ങനെയാണ്. എനിക്കറിയണം. ഞാൻ ഇങ്ങനെയാണ്. ഞാൻ കള്ളനാണ്. ഞാൻ ലൈംഗികാസക്തിയുള്ള മനുഷ്യനാണ്. ഞാൻ എന്താ പറയുക, സ്വാർത്ഥനാണ്. എനിക്ക് വസ്തു കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാനാണ്. എനിക്കത് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന്. ഒരു കുഴപ്പമില്ല. നമുക്കിങ്ങനെ നിങ്ങൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇതെല്ലാം നിങ്ങളുടെ കാര്യം മാത്രമാണ്. നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നതാണ്. എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ഒരു സംവിധാനവും നമ്മളെ ബാധിക്കുന്നില്ല. ഈ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥകൾ എങ്ങനെ ഇരുന്നാലും അതൊക്കെ നിങ്ങളെ മാത്രമേ ബാധിക്കത്തുള്ളൂ. നമ്മളെ ബാധിക്കത്തില്ല. അതാണ് നമ്മളുടെ പ്രത്യേകത. ഞാൻ പണിയെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. സ്വാർത്ഥനാണ്. ഞാൻ എൻ്റെ പണിയെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിലുള്ളതാണ് അനുഭവിക്കുന്നത്. എൻ്റെ സ്വാർത്ഥത, എൻ്റെ സത്യസന്ധതയിലോട്ടാണ് എൻ്റെ സ്വാർത്ഥത എന്നെ കൊണ്ടുപോകുന്നത്. പണിയെടുക്കണം, നന്നായി പണിയെടുക്കണം. നിവർന്നിരുന്ന് പണിയെടുക്കണം. പണിയെടുക്കണം അല്ലേ ജനി? അങ്ങനെയല്ലേ? മറ്റേ പണിയെടുക്കണമെന്നല്ല, അവനവനിൽ പണിയെടുക്കണം. മനസ്സിലായ? അവനവനിൽ പണിയെടുക്കാൻ തരാം.
1 മണിക്കൂർ 25 മിനിറ്റ് നോക്കട്ടെ. എന്നാൽ ചുവപ്പ് ബട്ടൺ കുറച്ച്